ഞാൻ പറഞ്ഞില്ല, ഭഗവാൻ ഒരു ഡിപ്ലോമാറ്റാണ്, ഭഗവാൻ ഒരു മെസ്സഞ്ചറാണ്. ആ ഓരോ റോളും 100% കൈകാര്യം ചെയ്യുന്ന ആളാണ് ഭഗവാൻ. ഭാഗവതം വായിച്ചു നോക്കൂ, ഒരു കാലത്തും വലിയ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന സാധനം ഭാഗവതം നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ബലിയെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ചിന്ത എന്താണോ അതാണ് മനസ്സ്. സത്യമാണ്. സത്യമാണ്. എല്ലാ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ നിന്നാ തുടങ്ങിയതേ എല്ലായിടത്തും. എന്ത് ബുക്ക് എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാലും നമ്മൾ ഇവിടെ കേൾക്കുമ്പോൾ നമുക്കറിയാം മഹാഭാരതത്തിലുണ്ട്. ഏത് ഗ്രന്ഥമാണെങ്കിലും അത് അറിവാണ്, അല്ലേ? അത് മരിച്ചു കഴിഞ്ഞിട്ട് വായിക്കാനുള്ള സാധനമല്ല, ജീവിച്ചിരിക്കുമ്പോൾ വായിച്ചു നോക്കാനുള്ളതാണ്. ചില ആൾക്കാരൊക്കെ ഭാഗവതം ഗീതയൊക്കെ പട്ടിലൊക്കെ പൊതിഞ്ഞ് പൂജാമുറിയിൽ വെക്കും. അത് അങ്ങനെ വെക്കാനുള്ള സാധനമല്ല. കൃഷ്ണന്റെ ഇൻഡക്ഷൻ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചോദിക്കുന്ന ചോദ്യം, ഈ ദുര്യോധൻ അല്ലെങ്കിൽ യുധിഷ്ഠിരൻ അല്ലെങ്കിൽ ഈ വരുന്ന ഇൻക്ലൂഡിങ് കർണൻ, ഇവർക്കിത് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അറിയോ ഇത് നമ്മൾ ഇവർക്ക് അറിയാം? ഞാൻ പലയിടത്തും കേട്ടിട്ടുള്ളത് ഇവർക്ക് അറിയാം ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഈ തെറ്റ് ഞാൻ ചെയ്താൽ എനിക്ക് നാളെ ഭവിഷ്യത്തുകളുണ്ടാവും. അപ്പോൾ ധർമ്മബോധം ഇവർക്ക് ഉണ്ടായിരുന്നില്ലേ? അതിൽ ദുര്യോധനൻ്റെ കാര്യത്തിൽ കുറച്ച് സംശയമാണ്. അദ്ദേഹത്തിന് അങ്ങനെ കാര്യമായിട്ടുള്ള ധർമ്മബോധം ഉണ്ടായില്ല. അദ്ദേഹം സോക്കോൾഡ് രാജധർമ്മയാണ് പാലിച്ചിട്ടുള്ളൂ. അത് രാജ്യം നന്നാക്കി ഭരിക്കണം, ആ ബോധം അയാൾക്കുണ്ടായിരുന്നു. അത് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മൾ MT ഒക്കെ, ഞാൻ അതിൻ്റെ കോൺടെക്സ്റ്റ് ഒന്ന് മാറ്റി പറയാണ്. ഇപ്പം നമ്മൾ രണ്ടാം മൂഴത്തിൽ MT പറയുന്നുണ്ട്, ഈ അടിയേറ്റ് കിടക്കുന്ന ദുര്യോധനൻ യുധിഷ്ഠിരനോടും ഭീമനോടൊക്കെ പറയുന്നത് വിധവകളുടെ മഹാരാജ്യം നിന്നെ കാത്തിരിക്കുന്നു എന്നാണ്. അതായത് ഇനി അവിടെ ആരുമില്ല, ഈ 18 ദിവസത്തെ യുദ്ധം എല്ലാം തീർത്തു, എൻ്റെ നാട്ടിലുണ്ടായിരുന്ന യോദ്ധാക്കളെ മുഴുവൻ നീ കൊന്നു, വിധവകളുടെ മഹാരാജ്യം യുധിഷ്ഠിര നിന്നെ കാത്തിരിക്കുന്നു, നീ ഭരിക്കാൻ പോകുന്ന സിംഹാസനത്തിന് താഴെ വിധവകളായിട്ടുള്ള കുട്ടികളായിട്ടുള്ള ആളുകളുടെ ചോരക്കരയുണ്ടെന്ന് യുധിഷ്ഠിരൻ പറയുന്നു. ആ ധർമ്മബോധം അയാൾക്കുണ്ടായിരുന്നു. എപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ബോധം വരുന്നത്. പക്ഷേ ഇതുണ്ടായിരുന്ന പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാർ 2 പേരായിരുന്നു. ഒന്ന് കർണനും ഒന്ന് ധൃതരാഷ്ട്രമാണ്. അത് ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്ന ഒരാൾ. ആൾക്ക് കംപ്ലീറ്റ് ടൈം അറിയായിരുന്നു അനിയൻ്റെ മക്കളോട് ചെയ്യുന്നത് ശരിയല്ല. ഇത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാരതത്തിൽ ശ്ലോകം ന്യായേയ ധർമ്മം നചമേ നിവൃത്തി, ന്യായേ അധർമ്മം നചമേ പ്രവൃത്തി എന്നാണ്. ഇത് ധർമ്മമല്ല എന്നെനിക്കറിയാം, പക്ഷേ ഇതാണ് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് ധർമ്മമാണ് എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കതിൻ്റെ പ്രവർത്തി കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇതായാലും പറയുന്നുണ്ട്, ഇത് ധർമ്മമാണെന്ന് എനിക്കറിയാം, എൻ്റെ പ്രവർത്തിയിൽ ഇത് കാണിക്കാൻ പറ്റുന്നില്ല. ഇത് അധർമ്മമാണെന്ന് എനിക്കറിയാം, എനിക്ക് ഇതേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കൃഷ്ണ യോഗബുദ്ധിയുള്ള ആളെന്ന് പറയുന്നത്. ആണ്. ഭഗവാൻ ഈ മെസ്സഞ്ചറായി നിൽക്കുന്ന സമയത്ത് ധൃതരാഷ്ട്രയോട് ഒരു സംഭാഷണം നടത്തുന്നുണ്ട്. ശരത്തേനൊക്കെ വളരെ ഗംഭീരമായിട്ട് വ്യാഖ്യാനിക്കും. അതിൽ നിങ്ങൾക്ക് അന്ധത ബാധിച്ചിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്, അല്ലേ? അന്ധനാണ്. ധൃതരാഷ്ട്രൻ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥം നോക്കണം. ധൃതരാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ, രാഷ്ട്രം എന്ന് പറഞ്ഞ സ്ഥലം, ധൃതം എന്ന് പറഞ്ഞാൽ പിടിക്കുക, സ്ഥലം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാരെയാണ് ധൃതരാഷ്ട്രൻ എന്ന് വിളിക്കുന്നത്. അതൊന്നും വിട്ടുകൊടുക്കില്ല, എപ്പോഴും എൻ്റെയാണ്. ഇതാണ് ആ പദത്തിന് പോലും അത്ര അർത്ഥമുണ്ട്, മനസ്സിലാക്കണം. ആ ആളോട് ഭഗവാൻ പറയുകയാണ്, നിങ്ങൾ അന്ധനാണെന്ന് പറയുന്നു, നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള അന്ധത വന്നിരിക്കുന്നത് നിങ്ങളുടെ കണ്ണിലല്ല, നിങ്ങളുടെ മനസ്സിനാണ്. പുത്രസ്നേഹത്തിൻ്റെ അന്ധത നിങ്ങളെ ബാധിച്ചിരിക്കുന്നു. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞില്ല, ഭഗവാൻ ഒരു ഡിപ്ലോമാറ്റാണ്, ഭഗവാൻ ഒരു മെസ്സഞ്ചറാണ്. ആ ഓരോ റോളും 100% കൈകാര്യം ചെയ്യുന്ന ആളാണ് ഭഗവാൻ. എക്സാജറേഷനോ കുറവോ ഉണ്ടാവില്ല എന്ന് പറയാം. എപ്പോഴും ടു ദ പേഴ്സൻറ്റ് പുള്ളി അത് ഡെലിവറി ചെയ്യും. അത് ഈ പ്രഭാഷണം ശരത്തനെ എപ്പോഴും വ്യാഖ്യാനിക്കുന്നത് എനിക്ക് വളരെ, അദ്ദേഹം പറയുന്നത് ഞാനിങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. അതായത് ഈ ദൂതുമായിട്ട് പോകുന്ന കൃഷ്ണൻ ഭാഗവതത്തിൽ വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് വിശ്വരൂപം കാണിച്ചു എന്നുള്ള സാധനമൊക്കെ വരുന്നത്. ഈ എല്ലാവരോടും പിടിച്ച് കെട്ടാൻ പോയി ഭഗവാൻ വിശ്വരൂപം കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിന്ന്. ഭാരതം മൂലം വായിച്ചത് കാണാൻ സാധിക്കില്ല. അവിടെ കൃഷ്ണൻ്റെ പ്രസംഗമാണ് ഒരു വലിയൊരു പ്രസംഗം. രാജസദസ്സിൻ്റെ നടുക്കിൽ നിന്നിട്ട് ഈ ചുറ്റും ഇരിക്കുന്ന യുവരാജക്കന്മാരായിട്ടുള്ള ഈ ദുര്യോധനൻ്റെ അനിയന്മാരും ദുര്യോധനും ധൃതരാഷ്ട്രനും കർണനും ഭീഷ്മരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ ഭഗവാൻ പോയിട്ടൊരു ഗംഭീര പ്രസംഗം നടത്തുക. ഭഗവാൻ പറയുന്നത്, നിങ്ങൾ പുത്രശോകത്തിൻ്റെ അല്ലെങ്കിൽ പുത്രസ്നേഹത്തിൻ്റെ അന്ധതയാണ് നിങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സിനാണ് കാണാത്തത്, നിങ്ങളുടെ കണ്ണിനല്ല. കണ്ണ് കാണാതിരിക്കാൻ അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ മനസ്സിനും കൂടെ അപ്പോൾ അത് പകർന്നു. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നാക്കാം, ഇപ്പോൾ ചാൻസ് ഉണ്ട്, യുദ്ധം വേണ്ടെന്ന് വയ്ക്കാം, 5 വീടോ 5 ഗ്രാമോ 1 വീടോ കൊടുത്താൽ മതി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? യുദ്ധം ഒഴിവാവും. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഗതികേട് വരുന്ന ഭഗവാൻ പറയുന്നത്. എന്താ എൻ്റെ ഗതികേട്? അധർമ്മം നോർത്തിൻ്റെ പേരിൽ സ്വന്തം അമ്മാവനെ കൊല്ലേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടുണ്ടല്ലോ. ആ വിഷമം ഭഗവാൻ ഇപ്പോഴും ഉണ്ടെന്നാ കംസനെ കൊന്നതിൻ്റെ. അധർമ്മം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അമ്മാവനാണെന്ന് നോക്കാതെ സ്വന്തം അമ്മയുടെ സഹോദരനെ കൊല്ലേണ്ട അവസ്ഥ വന്ന ആളാണ് ഞാൻ. അങ്ങേക്ക് എൻ്റെ ഗതി ഉണ്ടാവരുത്. നോക്കൂ, എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കേണ്ടത്? ബാക്കി എന്ത് പറഞ്ഞിട്ടും അയാൾ നേരെയാവാൻ പോകുന്നില്ല. പിന്നെ അവിടെ എന്താ പറയുന്നത്, എപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ് പറയണ്ടേ ഒരു കാര്യം ഒരാളോട് ഡെലിവർ ചെയ്യുമ്പോൾ.
എടോ എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട്, തനിക്ക് ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ, അത്രയേ ഉള്ളൂ ആ മെസ്സേജ്. അതുപോലും ധൃതരാഷ്ട്രർ കേട്ടില്ല എന്നാണ്. അയാളുടെ മനസ്സിൽ ഈ സംഘർഷങ്ങൾ എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. കർണനും ഉണ്ട് ഇത്. കർണൻ പറയുന്നുണ്ട് എൻ്റെ ധർമ്മമാണ്, ഇപ്പോൾ ബാക്കിയുള്ള ധർമ്മങ്ങളൊന്നും എനിക്കറിയില്ലെങ്കിലും ഒറ്റ ധർമ്മം ഞാൻ അനുഷ്ഠിക്കും. എന്ത്? എന്നെ ബഹുമാനിച്ച, എന്നെ സ്നേഹിച്ച സുഹൃത്തിൻ്റെ ഒപ്പം നിൽക്കുക. 100 അധർമ്മം ഞാൻ ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു ധർമ്മമുണ്ട്, അത് മതി എനിക്ക് എന്നുള്ളതാണ് കർണൻ്റെ വാദം. അത് അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നോക്കുമ്പോൾ ശരിയാണ്, നമുക്കത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത്രയധികം അർജുനനൊക്കെ കർണനെ പല സമയത്തും ദ്രോഹിക്കുന്നുണ്ട്. ഈ സൂതപുത്രൻ എന്ന് പറയുന്ന ഒരാളുടെ പാരമ്പര്യത്തെ വിളിച്ച് കളിയാക്കുന്ന പരിപാടി അന്നുണ്ട് അവർക്ക്. അതിനോട് നമുക്ക് പോലും യോജിക്കാൻ പറ്റില്ല. ഭഗവാൻ തന്നെ ഏറ്റവും അടുത്ത സഖാവായിട്ട് പോയും ദുര്യോധനനും ഭഗവാനും ഈ പറയുന്നതൊക്കെ കസിൻസൊക്കെ ആണല്ലോ, ഇവരൊക്കെ ഒരു ഫാമിലി ആണല്ലോ. ഇവൻ ഭീമൻ വരെ വളരെ ഉപദ്രവകാരിയാണെന്ന് പറഞ്ഞത്, ഏറ്റവും ഉപദ്രവകാരിയായിട്ടുള്ള പല രീതിയിലും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ തന്നെ ഈ കുന്തി ദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ ചെറിയ അച്ഛൻ-പെങ്ങളാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ ഭഗവാന്റെ കൂടെ നടന്നിട്ട് പോലും ഈ പറയുന്ന ഒരു അറിവിനെ അംഗീകരിക്കാൻ, ഒരു കഴിവിനെ അംഗീകരിക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല. അത് സാധിച്ച ഒരാൾ ദുര്യോധന. അത് ഈവൻ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യം മുൻകിട്ടിട്ടാണെങ്കിലും കർണനെ അംഗീകരിക്കാൻ അയാൾ നോക്കി. അങ്ങനെ ഒരു കോണ്ടാക്ട് നമുക്ക് കാണാം. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ധർമ്മത്തെ വ്യാഖ്യാനിക്കുന്നതിൽ ഇയാൾക്ക് തെറ്റുപറ്റി. കാരണം നമ്മുടെ കയ്യിൽ അറിവുണ്ടെങ്കിലും തെറ്റായ സ്ഥലത്താണെന്ന് ചെന്ന് പെടുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഭഗവാൻ കാണിച്ചെന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് എൻ്റെ കോണ്ടാക്ട്. അതെ, നിങ്ങൾക്ക് പ്ലെൻറ്റി ഓഫ് മേ ബി യു ഹാവ് ആൻ എൻസൈക്ലോപീഡിയ, ബട്ട് യു ആർ പ്ലേസിങ് ഇൻ എ റോങ് ഷെൽഫ്. അതുകൊണ്ട് യൂസ് ഇല്ല. നിങ്ങൾ അതിനെടുത്തിട്ട് കുക്കിംഗ് റെസിപ്പി കിട്ടുന്നൊരു സ്ഥലത്ത് എൻസൈക്ലോപീഡിയ വെച്ച അവസ്ഥയാണത്. അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ കൊണ്ടുവയ്ക്കുന്നൊരു സ്പേസാണ് കർണന് കിട്ടുന്നത്. പറയുമ്പോൾ ഞാൻ കുക്കിംഗ് റെസിപ്പികളുടെ ഇടയിൽ നിൽക്കുന്ന എൻസൈക്ലോപീഡിയയാണ് കർണന് പറയാം. പക്ഷേ അവിടെ ആരുടെ വാല്യൂ പോകുന്നത്? എൻസൈക്ലോപീഡിയയുടെ വാല്യൂ പോകുന്നത് എൻസൈക്ലോപീഡിയ അറിയുന്നില്ല. കർണന് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മെസ്സഞ്ചറായിട്ട് തുടങ്ങുന്നൊരു രീതിയാണ് ഇവിടെ നിന്ന് ഭഗവാൻ പറയുന്ന പോലെ മാക്സിമം കോംപ്രമൈസാണ് നോക്കുന്നത്. ഒരിക്കലും രക്തം വീഴ്ത്തിയിട്ടുള്ളത് ഭഗവാൻ ആഗ്രഹിക്കുന്നില്ലൊരു സൊല്യൂഷൻ. എന്തിനും ഇൻ ടോക്കിംഗ് ടേംസിൽ തീർക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. എത്ര ശ്രമങ്ങളാണ്. ഈവൻ കഥകളിയിൽ ഇത് വളരെ രസകരമായിട്ട് ചിന്തിക്കുന്നൊരു ഭാഗമുണ്ട്. കഥകളിയിൽ എല്ലാവരും യുദ്ധം വേണ്ടാന്ന് പറയുക. ഭഗവാൻ ഹസ്തിനപുരിയിലേക്ക് പോകുന്ന സമയത്ത് ധൃതരാഷ്ട്രരല്ലാത്ത ബാക്കിയുള്ള പാണ്ഡവ പക്ഷത്തുള്ള ആൾക്കാരെ ഞാൻ പറയുന്നത്, അർജുനൻ പറയും വേണ്ട ഇവരെടുത്തോട്ടെ. വനവാസം കഴിഞ്ഞുള്ള കാര്യം പറയുമ്പോൾ ഈ അജ്ഞാതവാസം വനവാസം കഴിഞ്ഞ് ഇവരൊക്കെ തിരിച്ചു വന്നിട്ട് നമുക്കുള്ളത് കൊണ്ട് എന്തെങ്കിലും കഞ്ഞിയും കുടിച്ച് പോവാം, ഞങ്ങൾക്കൊന്നും വേണ്ട. ഭീമൻ പോലും പറഞ്ഞതാണ് പൊക്കോട്ടെ, ദുര്യോധനൻ ജീവിച്ചോട്ടെ, നമുക്കുള്ളത് വെച്ചിട്ട് സന്തോഷവും സമാധാനവും ഏറ്റവും വലുത്, അടിയുണ്ടാക്കാൻ വയ്യ. ശരി എന്ന് പറഞ്ഞ് ഭഗവാൻ തിരിച്ചറിയുമ്പോൾ ഒരാൾ മാത്രം ഭഗവാനെ വിളിക്കുന്നതാണ്. ആര്? ദ്രൗപദിയാണ് വിളിക്കുക. ദ്രൗപദി വിളിച്ചിട്ട് ഭഗവാൻ അതൊരു പദമുണ്ട്, അതെന്നെ വ്യാഖ്യാനിക്കുന്നത്. പരിപാഹിമാം ഹരേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നൊരു കഥയിലൊരു പദമുണ്ട്. അതിൽ ഭഗവാൻ ഇങ്ങനെ യുദ്ധം ഇല്ല എന്നുള്ള അവസ്ഥയായല്ലോ ഏകദേശം. അപ്പോൾ എൻ്റെ കേശം ഇത് നോക്ക് നീ കേശവാ എന്നാണ് പറഞ്ഞിട്ട് മുടിയെടുത്ത് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടിട്ട് നിനക്ക് യുദ്ധം വേണ്ടാന്ന് വെക്കാൻ തോന്നുന്നുണ്ടോ എന്നാണ് പാഞ്ചാലി ചോദിക്കുക ഭഗവാനോട്. ഏറ്റവും മനോഹരമായിട്ടുള്ള കേശമുള്ളവനെ കേശവാ നീ എൻ്റെ ഈ കേശം കാണുന്നുണ്ടോ? ഇതെങ്ങനെ മാറിയതാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ദ്രൗപദിയുടെ ഒരു വാക്കാണ് ഈ യുദ്ധം ഉണ്ടാക്കുന്നത്. അതായത് ഭഗവാൻ ആ ധർമ്മ പുനഃസ്ഥാപനം ചെയ്യാനുള്ളൊരു സീഡിട്ട് കൊടുക്കുന്നത് പിന്നെ ദ്രൗപദി. കഥകളിൽ അങ്ങനെ വ്യാഖ്യാനിക്കും, ഭാരതത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് എത്തിയിട്ട് അറിയും. പക്ഷെ അവിടെ അങ്ങനെ സീൻ പറയുന്നുണ്ട്. എല്ലാവരുടെ വാക്കുകളും കേട്ട് യുദ്ധമൊന്നും വേണ്ടാന്നിരിക്കുന്ന കൃഷ്ണനോട്, ആർത്തബന്ധുവായിരിക്കുന്ന കൃഷ്ണനോട് ദ്രൗപദി വന്ന് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പരിപാഹിമാം ഹരേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ പദം. വളരെ മനോഹരമായിട്ടൊരു പദം. അത് പാടുക. അതിലാണ് ഈ പറയുന്നത് എൻ്റെ കേശം ഇത് നോക്കുന്ന ഈ കേശവാണ്. അത് കേൾക്കുമ്പോഴാണ് ആ സ്പാർക്ക് പിന്നെയും വരുന്നത്. കാരണം ഇനി ഇത് ഒഴിവാക്കാൻ പറ്റില്ല, ഭഗവാൻ തീരുമാനിക്കുന്ന അങ്ങനെയാണ്. പറയാം ഈ ദൂതിന് പോകുമ്പോഴും അറിയാം ഇത് ഒഴിവാക്കാൻ പറ്റില്ല, എങ്കിലും മാക്സിമം കോംപ്രമൈസ്. എല്ലാ നെഗോസിയേഷൻസും എല്ലാ ഓപ്ഷനും ഇനി കൊടുക്കാൻ പറ്റുന്നത്, ഇനി പറയുന്ന പോലെ ഇനി തലയിൽ കാല് വെക്കുന്ന ഒഴികെ ബാക്കിയെല്ലാം ഭഗവാൻ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ രസകരമായിട്ടൊരു കഥ പറയും, തമാശയായിട്ട് എടുത്താൽ മതി, ശാസ്ത്രം നോക്കണ്ട. ബലി ഉണ്ടല്ലോ, മഹാബലി, നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഇന്റർപ്രറ്റ് ചെയ്ത് തെറ്റിക്കുന്ന വേറൊരു സാധനമാണ്. ഞാൻ തന്നെ എനിക്ക് അത് പറഞ്ഞതിന് എനിക്കുണ്ടായിട്ടുള്ള പൊങ്കാല എത്ര തെറ്റെന്ന് എനിക്കറിയാം. അതായത് ബലിയെ ഭഗവാന്റെ ഭക്തനാക്കി പറഞ്ഞതില്ല. അതാണ് ശാസ്ത്രം. ഭാഗവതം പറയുന്നത് ബലിക്ക് പാതാളത്തിൽ ചവിട്ടി താഴ്ത്തിയതൊന്നും ഭാഗവത്തില്ലല്ലോ, സുതരത്തിലേക്ക് അയച്ചു. അടുത്തൊരു കൽപ്പത്തിൽ ഇന്ദ്രപദവി വാഗ്ദാനം ചെയ്തു, ഞാൻ തന്നെ സ്വയം നിനക്ക് കാവലായി നിൽക്കുന്ന ഒരു ലോഡ് അനുഗ്രഹം കൊടുക്കണം ബലി. ഭാഗവതം വായിച്ചു നോക്കൂ. ഒരു കാലത്തും ബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന ഒരു സാധനം ഭാഗവതം നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ബലിയെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ ഇനി അങ്ങോട്ടുള്ള വരുന്ന ഒരു കൽപ്പത്തിൽ നീ ഇന്ദ്രപദവി ആഗ്രഹിച്ചു, അത് ഞാൻ നിനക്ക് തരാം,
ഇപ്പം ഇല്ലാന്നേ ഉള്ളൂ, ഒന്ന് റിസർവ് ചെയ്തിരിക്കും, ഒന്ന് മാറി നിൽക്കൂ. ഇനിയോ അതുവരെ സുതലം, ദേവന്മാർ പോലും എത്താൻ കൊതിക്കുന്ന സ്ഥലം സുതലം, അവിടെ പോയി താമസിച്ചോളൂ. വേണ്ടേ ഇനി അതും കുഴപ്പമില്ല, അവിടെ താമസിക്കുമ്പോഴോ പ്രൊട്ടക്ഷൻ പ്രശ്നമുണ്ടോ, ഞാൻ തന്നെ സ്വയം കാവൽക്കാരനായിട്ട് നിൽക്കാം. 3 അനുഗ്രഹം ഒറ്റ ടൈം കൊടുക്കും. അത് പറഞ്ഞതിന് എനിക്ക് ചെയ്തിട്ടുണ്ട്. പോട്ടെ, ആ സമയത്ത് ബലി ഭഗവാനോടൊരു വരം വാങ്ങുന്നതായിട്ട് ചില കഥകളിലെ ആചാര്യന്മാർ പറയും. അതായത് ഭഗവാനെ അങ്ങ് എൻ്റെ മുമ്പിൽ കൈനീട്ടി അല്ലേ, എനിക്ക് 3 അടി മണ്ണ് തരണം എന്ന് പറഞ്ഞ് കൈനീട്ടി, ഇനി ജീവിതത്തിൽ അങ്ങ് ആരുടെ മുമ്പിൽ കൈനീട്ടരുത്, അങ്ങ് കൈനീട്ടിയ ഒരേ ഒരാൾ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് വേണം എന്നാണ് പറയുന്നത്. ആ ഭഗവാൻ വെണ്ണ മോഷ്ടിച്ച പോലും അങ്ങനെ കണക്കാക്കും ചില ആചാര്യന്മാർ. ചോദിച്ചു വാങ്ങുന്ന പരിപാടിയില്ല, മോഷ്ടിക്കുള്ളൂ. കാരണം ചോദിച്ചു വാങ്ങിയാൽ കൈ നീട്ടണം. അത് തെറ്റിക്കും. അതെ, അവിടെയും ധർമ്മ. അപ്പോൾ ഭഗവാന്റെ ഈ ഒരു കൺസെപ്റ്റ്, അപ്പോൾ അതുകൊണ്ടാണ് ധൃതരാഷ്ട്രയോട് കാല് പിടിക്കാനും ഒരാൾ അത് ബാക്കിയുള്ളൂ. ഭഗവാൻ കൈ നീട്ടി ചോദിക്കില്ല, ഇത്രയെങ്കിലും ചെയ്തു തരൂ എന്നേ പറഞ്ഞുള്ളൂ. കൈ നീട്ടുന്ന സ്വഭാവം ബലിയോടുകൂടി നിർത്തിയതാണ്. അത് ഭഗവാൻ ബലി ഞാൻ പറഞ്ഞിട്ട് ബലിക്ക് വിഷമമുണ്ട എന്ന് കരുതുന്ന ചില ആചാര്യന്മാർ പറയും. അപ്പോൾ ഈ ഒരു ഭാഗം ഒഴികെ ബാക്കി എല്ലാ പോസിബിൾ ബേസും ഭഗവാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടക്കാതാവുമ്പോഴാണ് കുരുക്ഷേത്രം എന്ന് പറയുന്ന ആ ഒഴിച്ചുകൂടാനാവാത്ത വലിയ യുദ്ധത്തിലേക്ക് പോകുന്നത്. അവിടെയും വീണ്ടും ഒരു ഇഷ്യൂ വരുന്നു. എന്ത്, അർജുനൻ ഉണ്ടെങ്കിലേ യുദ്ധം ജയിക്കും എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട്. അർജുനനാണ് അയ്യോ എനിക്കൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ തേർത്തട്ടയിൽ കിടക്കുന്നത്. സേനയോർ യുബയോർ മധ്യേ രഥം സ്ഥാപിത അച്യുത എന്നാണല്ലോ, സേനകൾക്ക് നടുവിലായി കൊണ്ടുപോയി രഥം നിർത്തും അച്യുത എന്നാണ് പറയുന്നത്. അവിടെ എന്താ, ച്യുതിയില്ലാത്തവനെ എന്ന് വിളിച്ചിട്ടാണ് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത്. ച്യുതിയില്ലാത്തവനെ നീ ഒരു കാര്യം ചെയ്യും, 2 സേനകളുടെയും നടുവിൽ കൊണ്ടുപോയിട്ട് ഈ രഥം ഒന്ന് നിർത്ത്, ഞാനൊന്ന് കാണട്ടെ ആരൊക്കെയാണ് അപ്പുറത്ത് ഇപ്പുറത്തുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ വാക്കിൽ നോക്കൂ, ച്യുതിയില്ലാത്തവനായിട്ടുള്ള അച്യുതനോടാണ് ച്യുതി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് 2-3 അധ്യായം പറയാൻ പോകുന്നത്. എൻ്റെ അമ്മാവനല്ലേ, എൻ്റെ അനിയനല്ലേ, എൻ്റെ പിതാമഹനല്ലേ, ച്യുതി ഇല്ലാത്തവനെ എന്ന് വിളിച്ചിട്ടാണ് ച്യുതി ഇല്ലാത്തവനോട് പറയാൻ പറയുന്നത്. അവിടെ നിന്നാണ് ഗീത തുടങ്ങുന്നത്. അതിലും തന്നെ ഇപ്പം നേരത്തെ തമ്പുരാട്ടി പറഞ്ഞ കാര്യം, ദ ബെസ്റ്റ് സൈക്കോളജിസ്റ്റ് ഇൻ ദ വേൾഡ്, അത് കൃഷ്ണനെ ബെസ്റ്റ് സൈക്കോളജി ഇൻ ദ വേൾഡ് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഒരു കൗൺസിലിംഗ് ആണ് ഒരു കംപ്ലീറ്റ് 18 അധ്യായമുള്ള ഈ ഭഗവത്ഗീത. ഞാനത് ഇതിലേക്ക് മുന്നേ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പം അങ്ങെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ ഭാഗവതത്തിൽ പ്രഹ്ലാദത്തിൻ്റെ ഒരു അധ്യായം ഉണ്ടല്ലോ, 7ാം അധ്യായത്തിൽ അതിൽ ഭക്തി എന്താണെന്ന് പറയുന്നൊരു എപ്പോഴും ഭക്തികളെ അത് എങ്ങനെയാണ് ആ ഒരു ഭക്തി നമ്മുടെ മനസ്സിൽ ആ ഈ ഒരു 8 പ്രോസസ്സ് പറയാം, 9 പ്രോസസ്സ് ഒന്ന് പറയാം. അത് പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുട്ടി, നമുക്കൊക്കെ ഇപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ കൊള്ളപ്പെടല്ല എല്ലാവർക്കും ചിലപ്പോൾ നമുക്കൊക്കെ ചിലപ്പോൾ ഒരു പീരീഡിൽ തോന്നും നമ്മൾ ലേറ്റ് ആയിപ്പോയി. എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും ലേറ്റ് ആയിപ്പോയി തോന്നുന്ന ഒരാളാണ് പ്രഹ്ലാദൻ. ഈ പ്രഹ്ലാദൻ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രഹ്ലാദൻ എനിക്കനുസരിച്ച് കുട്ടിയായപ്പോൾ തന്നെ തുടങ്ങൂ എല്ലാവരോടും വിളിച്ചു പറഞ്ഞ ആളാണ് പ്രഹ്ലാദൻ. ഇപ്പം നമുക്ക് 5-6 വയസ്സ് 10-12 വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വന്ന് തുടങ്ങും. കാണുന്ന പെൺകുട്ടികളോടൊക്കെ കാമാസക്തിയോടുകൂടി നോക്കാൻ തുടങ്ങും. 18, 20, 21 വയസ്സാകുമ്പോൾ കല്യാണം എന്ന് പറഞ്ഞൊരു പരിപാടി വരും. ഭാര്യ പറയുന്നത് കേട്ട് ജീവിക്കേണ്ടി വരും, ഭാര്യയുടെ കാര്യം കൂടെ നോക്കേണ്ടി വരും, കുട്ടിയാവും, കുട്ടിക്ക് വേണ്ടി ബാക്കിയുള്ള കാര്യം. അതുകൊണ്ട് ഇപ്പം തുടങ്ങുക, ഇതാണ് ഏർലിയസ്റ്റ് ടൈം. എത്ര ചെറുപ്പത്തിൽ തുടങ്ങാൻ പറ്റുമോ അത്രയും ചെറുപ്പത്തിൽ തുടങ്ങിക്കൊള്ളണമെന്നാവും. അവിടെ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന് ഉപദേശിക്കും. മകന് അച്ഛനുള്ള ഉപദേശമാണ്, എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ കിട്ടുക, എങ്ങനെയാണ് കൃഷ്ണനെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുക. അത് ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് പ്രഹ്ലാദൻ. അതെന്തുകൊണ്ടാണ്, അത് വളരെ രസകരമായിട്ട് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റോടെ ഞാൻ പറഞ്ഞതിലേക്ക് വരാം. രാജസൂയം നടക്കുന്ന സമയത്ത് അത് പരീക്ഷിത്ത് ആദ്യം ചോദിക്കും. ഈ മരിക്കാൻ പോകുന്ന പരീക്ഷത്ത് ഈ കഥകളൊക്കെ കേട്ട് വരുമ്പോൾ പറയും, ഈ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആൾക്ക് പക്ഷാഭേദമുണ്ട്. എപ്പോഴും ഇയാൾ ദേവന്മാരുടെ സൈഡ് മാത്രമേ നിൽക്കുന്നുള്ളൂ, അസുരന്മാരുടെ സൈഡ് നോക്കുന്നില്ല. ഏതെങ്കിലും ഒരു അസുരനെ ഇദ്ദേഹം സഹായിച്ചായിട്ട് അറിയൂ. എപ്പോഴും ഇന്ദ്രനോ ദേവതകൾക്കോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവിടെ പോയി ഇടപെടും. പക്ഷാഭേദമല്ലേ ഭഗവാന് ചോദിക്കും. അപ്പോൾ പരീക്ഷത്തിനോട് ശുഗമഹർഷി പറയുന്നുണ്ട്, ഇതേ ചോദ്യം നിങ്ങളുടെ രാജസൂയ സദസ്സിൽ വെച്ച് നിങ്ങളുടെ മുത്തശ്ശനായിട്ടുള്ള യുധിഷ്ഠിരൻ നാരദ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ട്. എന്ത്, ഈ അസുരന്മാരോട് ഒരു പക്ഷാഭേദമല്ലേ? അവിടെ വെച്ചിട്ടാണ് നാരദ മഹർഷി ഈ നരസിംഹാവതാരത്തിൻ്റെ കഥ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നു എന്ന രീതിയിലാണ് പിന്നീട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട് എങ്ങനെ ഗുരുവായൂരപ്പനെ കിട്ടുമെന്ന് പ്രഹ്ലാദൻ കുട്ടികൾക്കും അച്ഛനും വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. നവവിധ ഭക്തി എന്നാണ് അതിന് വിളിക്കുക. ആ ശ്ലോകം ഭാഗവത്തിൽ ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം
സഖ്യം ആത്മനിവേദനം എന്നാണ്. ലാസ്റ്റ് ആത്മനിവേദനം അത് നമ്മുടെ അവസാനത്തെ പ്രോസസ്സാണ്. അപ്പോൾ തുടക്കം എങ്ങനെയാണ്? ഞാൻ നിൽക്കുന്ന അതിലാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രവണം ഞങ്ങളൊക്കെ എല്ലാവർക്കും ഞാൻ സ്പെസിഫൈഡ് ആവും. കേൾക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ അതൊക്കെ കേൾക്കുക. ഭഗവാനെ പറ്റി കേൾക്കുന്ന, നേരത്തെ പറഞ്ഞില്ലേ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, നേരത്തെ അവിടെ എഴുതച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. കംസം പേര് കേട്ടതുകൊണ്ടുള്ള പറ്റിയ അതുപോലെ എപ്പോഴും ഭഗവത് കഥകൾ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണം. അത് നേരത്തെ പറഞ്ഞ പൂർവ്വത്തിൽ ഉണ്ടാവണം അതിൻ്റെ ക്രെഡിറ്റ്, എന്നാലേ തോന്നുന്നുള്ളൂ. ഭഗവാന്റെ കഥകൾ കേൾക്കണം, ഭഗവാനെ കുറിച്ച് കേൾക്കണം. ഇങ്ങനെ കേട്ട് ഭഗവാനെ കിട്ടിയ ഒരാളുണ്ട്. ആരാത്? രുക്മിണി. കണ്ടിട്ട് പോലുമില്ല. കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ ദ്വാരകയിലുണ്ട്, മധുരയിലുണ്ട്, അയാൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഈ പറയുന്ന കുണ്ടിനം എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് വരുന്ന ഓരോ ആചാര്യന്മാരും രുക്മിണിയുടെ അച്ഛനോട്, ഭീഷ്മകനോട് ഇങ്ങനെ പറയും. ഇതിങ്ങനെ രുക്മിണി കേൾക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ കേട്ട് ഭഗവാനെ കിട്ടി അല്ലേ. അതാണ് ശ്രവണം എന്ന് പറയുന്നത്. പിന്നെയോ കീർത്തനം. അത് കഴിഞ്ഞ് എന്താ? ഭഗവാനെ കുറിച്ചുള്ള കീർത്തനങ്ങൾ പാടാൻ നോക്കുക. കിട്ടി, നമ്മുടെ മനസ്സിൽ കിട്ടിയെന്ന് കഴിഞ്ഞാൽ ഇനി വാക്കിലൂടെ അത് കൊണ്ടുവരാൻ നോക്കുക. ഭഗവാനെ കുറിച്ചുള്ള പാട്ടുകൾ, ഹരിനാമകീർത്തനോ നാരായണീയോ ഭാഗവതോ ഗീതയോ എന്താണോ ഉള്ളത്, ആ സ്മരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഭഗവാനുണ്ട്. ആ കീർത്തനങ്ങളിലൂടെ ഭഗവാനെ പൂജിക്കുക. മൂന്നാമത് സ്മരണം. ആ കീർത്തിക്കുന്ന സമയത്തൊക്കെ മനസ്സിൽ നിരന്തരമായിട്ട് ഭഗവാനെ കൊണ്ടുവരിക. എപ്പോഴും ഇപ്പം ചരിത്രനൊക്കെ പറയും, മനസ്സ് എന്ന് പറഞ്ഞ സാധനമില്ല, തോട്ട് എന്ന് പറഞ്ഞ സാധനമില്ല, ചിന്തയുള്ളൂ, മനസ്സില്ലാന്ന്. ഇപ്പോഴത്തെ ചിന്ത എന്താണോ അതാണ് മനസ്സ്. സത്യമാണ്. നമുക്ക് നമ്മുടെ ഒരു അദ്ദേഹം ഫിലിം ഫീൽഡിൽ നിന്ന് വരുന്ന ആളാകുമ്പോഴത്തേക്ക് പറയും, ഓരോ ഒരു ഫിലിമാണ് ഒരു ചിന്ത, അടുത്ത ഫിലിം. അപ്പോൾ ഇത് ഓരോ സീനാകുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒറ്റ സീനാണെങ്കിലോ ഒന്നിൽ മാത്രം നിൽക്കും അല്ലേ. അതാണ് ചെയ്യേണ്ടത്, ഒറ്റ ഫ്രെയിം. അപ്പം നാമം ചൊല്ലുമ്പോൾ ഇതാ കിട്ടണേ, രാമ 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 എന്ന് പറയുമ്പോൾ എന്താ? രാമൻ മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചൊല്ലുമ്പോൾ അകത്ത് കാണാൻ പറ്റണം. ഇപ്പോൾ ധ്രുവൻ പറഞ്ഞ പോലെ ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ധ്രുവൻ അകത്താ കണ്ടേ. ധ്രുവാന്ന് വിളിക്കുന്നുണ്ട് ഇത്രേ, പുറത്ത് നോക്കിയപ്പോൾ ആരെയും കാണില്ല, കണ്ണടച്ചൊക്കെ അകത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ പുറത്ത് കാണണേ. അപ്പം അതുപോലെയാ. അപ്പോൾ അതുകൊണ്ട് ഈ കീർത്തനം കഴിഞ്ഞിട്ട് സ്മരണത്തിലേക്ക് മാറണം. മതി എപ്പോഴും ഭഗവാന്റെ നിരന്തര സ്മരണ ചെയ്യുക. ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഭഗവാനെ സ്മരിക്കുക. പരീക്ഷ എഴുതുകയാണോ, പരീക്ഷ എഴുതുമ്പോൾ ഭഗവാനെ സ്മരിക്കുക. കുക്ക് ചെയ്യുകയാണോ, സ്മരിക്കുക. കല്യാണം കഴിക്കാൻ പോകണോ, സ്മരിക്കുക. ജോലിക്ക് പോകണോ, സ്മരിക്കുക. ഡ്രൈവ് ചെയ്യാണോ, സ്മരിക്കുക. എഴുന്നേൽക്കാണോ, സ്മരിക്കുക. ഉറങ്ങാണോ, സ്മരിക്കുക. അങ്ങനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. അതിലിപ്പോൾ ന്യൂ ഇപ്പോൾ ഈ വിദേശത്തുള്ള പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം, ഈ ഗ്രാറ്റിറ്റ്യൂഡ്, അതേപോലെ യു ഷോ മീ ഓഫ് ഫ്രണ്ട്സ് ഐ വിൽ ടെൽ യു യുവർ ഫ്യൂച്ചർ എന്നൊക്കെ. ഇത് തന്നെയാണ് നമ്മളും പറഞ്ഞത്. ഇത് ഏറ്റവും ആദ്യം പറഞ്ഞത് നമ്മളാണ്. ഇതിന്റെ വേറെ കോണ്ടെക്സ്റ്റ് ആണ്. ഇവർക്ക് ഇത് മാറ്റിയെടുത്ത് മറ്റേ റീറൈറ്റ് ചെയ്ത് വരുന്ന കോണ്ടെക്സ്റ്റുകളാണ് നമ്മൾ പുറത്ത് കാണുന്നത്. സത്യം. നേരത്തെ പറഞ്ഞില്ല, ഇവിടെ നിന്നാ തുടങ്ങിയതേ എല്ലായിടത്തും ഉള്ളൂ. എന്ത് ബുക്ക് എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാലും ഇത് നമ്മൾ ഇവിടെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് മഹാഭാരതത്തിലുണ്ട്, അല്ലെങ്കിൽ ഇത് 18 അതി ഞാൻ ചോദിച്ച 8 കാര്യങ്ങൾ പറഞ്ഞല്ലോ. നമുക്ക് 18 പടിയുണ്ട്, അല്ല 9. അപ്പോൾ 9 ഈ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് 18 പടിയാണ് ശബരിമലയ്ക്ക്. ഇതിനായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ നമുക്ക് തോന്നിയിട്ടുണ്ട്? നവവിധ ഭക്തിയും 18 പടികളാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. നവവിധ ഭക്തികളിൽ ഈ അവസാനത്തെ 9 പടികളുണ്ടല്ലോ, അവിടെ ഇതിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ 18ാം പടി എന്തായിട്ട് വരും? ആത്മസമർപ്പണം. പിന്നെ കഴിഞ്ഞു. അതുള്ള ശരിക്കും അർജുനിൽ അങ്ങനെ അർജുനൻ കംപ്ലീറ്റ് ആത്മസമർപ്പണം. അതുകൊണ്ടാണ് അർജുനൻ എവിടെ പോകുമ്പോഴും യുദ്ധം കഴിഞ്ഞ സമയത്തും അർജുനൻ തോറ്റൊരവസ്ഥ ഉണ്ടായി. നമുക്ക് ആ കഥയ്ക്ക് പിന്നെ പക്ഷേ ആ സമയത്ത് പോലും അർജുനന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, നമ്മൾ ആത്മസമർപ്പണമാവുന്നത് കൊണ്ടാണോ പുള്ളിക്ക് വിജയിക്കാൻ സാധിച്ചത് കംപ്ലീറ്റ്? അതായത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭാഗവതമൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ, ഭാരതത്തിലും ഒരുവിധം നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. പക്ഷേ ഭാഗവതം കുറച്ചുകൂടെ റിയലിസ്റ്റിക്. ഭാഗവതം കുറച്ചുകൂടെ ഭക്തി പ്രാധാന്യവും ഭാരതം കുറച്ചുകൂടെ റിയലിസ്റ്റിക്. ഇപ്പോൾ ഇവിടെ നരനാരായണ ഋഷിമാരായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഭഗവാൻ തന്നെ ഏതൊരു അവതാരം എടുത്താലും അതിൽ 2 ഭാവം ഉണ്ടാവുന്ന പറയുക. വിഷ്ണുവിൻ്റെ ഏത് അവതാരത്തിനും അതൊന്ന് നരഭാവവും ഒന്ന് നാരായണ ഭാവവുമാണ്. നരഭാവവും നാരായണ ഭാവവും. ഇപ്പോൾ നമ്മൾ ഒരു മത്സ്യം, കൂർമ്മം, വരാഹമൊക്കെ നമുക്ക് വിടാം. നരസിംഹം എടുക്കുന്ന സമയത്ത് അവിടെ നരഭാവമാണ് കൂടുതൽ, നാരായണഭാവം കുറവ്. കാരണം ദേഷ്യം എന്ന് പറയുന്നത് നരൻ്റെ വികാരമാണ് അല്ലേ. അപ്പോൾ നരഭാവം കൂടി നിൽക്കും. വാമനൻ വരുമ്പോഴോ നാരായണഭാവം കൂടുതൽ, നരഭാവം കുറഞ്ഞു. എല്ലാത്തിനും ലളിതം ഒക്കെ കുറച്ച് മതി, അങ്ങനെ നാരായണനായപ്പോൾ. പരശുരാമൻ വരുമ്പോൾ വീണ്ടും നരഭാവം കൂടി അല്ലേ, ക്രോധം കാര്യങ്ങളൊക്കെ കൂടി. അത് കഴിഞ്ഞ് നാരായണഭാവം കുറഞ്ഞു. ശ്രീരാമനായപ്പോഴും നരഭാവമാണ് കൂടുതൽ, എപ്പോഴും സങ്കടവും വിഷമവും ഈ പറയുന്ന തകർച്ചയൊക്കെയാണ്.
അപ്പോൾ ഭഗവാൻ തന്നെ വിചാരിച്ചു എന്നാണ് പറയുന്നത്, എനിക്ക് ഒറ്റ ജന്മത്തിൽ എല്ലാം കൂടെ സഫർ ചെയ്യാൻ വയ്യ. അതായത് നരഭാവവും നാരായണഭാവവും ഒരുമിച്ച് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് പോകണ്ട. നരഭാവമായിട്ട് അർജുനനും നാരായണ ഭാവമായിട്ട് കൃഷ്ണൻ ജനിച്ചു എന്ന് കഥ പറയും. അപ്പോൾ എപ്പോഴും ആത്യന്തികമായിട്ടുള്ള ആനന്ദം ഭഗവാനിലും, നരഭാവമായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ച എല്ലാ വികാരങ്ങളും അർജുനിലും നമുക്ക് കാണാൻ സാധിക്കും. അർജുൻ മനുഷ്യ നരൻ്റെ അവതാരമാണ് എന്നുള്ളതാണല്ലോ പറയുന്നത്. നര ഋഷി, നാരായണ ഋഷി, അങ്ങനെയുള്ള പറയാം. നരനാരായണ ഋഷിമാർ എന്ന് പറയുന്നൊരു പാരമ്പര്യം തന്നെ ഉണ്ട്. അത് സഹസ്ര കവചൻ എന്നൊക്കെ പറയുന്ന ഒരു കഥയൊക്കെ പറയും. അതായത് ഒരു സഹസ്ര കവചൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹം ഈ ഭൂലോകത്ത് ഒരു പ്രയാസങ്ങൾ ഉണ്ടാക്കിയ സമയത്താണ് ഭഗവാന്റെ നരനാരായണ ഋഷിമാരുടെ അവതാരം ഉണ്ടാകുന്നത്. ഈ സഹസ്ര കവചൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 കവചമുണ്ട്. ഈ ഒരു കവചം പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ 100 കൊല്ലം തപസ് ചെയ്ത തപസ്സുമാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ, രണ്ടുപേരും ആദ്യം 100 കൊല്ലം തപസ് ചെയ്യും, എന്നിട്ട് ഒരാൾ പോയി യുദ്ധം ചെയ്യും. അപ്പോൾ ഒരു കവചം പൊട്ടും. എന്നിട്ട് അയാൾ വന്ന് തപസ് ചെയ്യുമ്പോൾ ഇയാൾ പോയിട്ട് അടുത്ത് പൊട്ടിക്കും. അങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ടാണ് ഇവർ 1000 കവചങ്ങളും പൊട്ടിച്ച് ഇയാളെ കൊല്ലുന്നത്. ഈ സഹസ്ര കവചനാണ് കർണനായിട്ട് ജനിക്കുന്നത്. ഈ നരനാരായണ ഋഷിമാരാണ് കൃഷ്ണനും അർജുനായിട്ട്. അപ്പോൾ ആ പൂർവ്വ വൈരാഗ്യം പിന്നെയും ഉണ്ടാകുന്നതിൻ്റെ കണക്ഷൻ വരും. ഇൻ്റർപ്രറ്റ് ചെയ്യാം നമുക്കങ്ങനെ. അതായത് അന്ന് എന്നെ കൊന്നവരാണ് പിന്നെയും വന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരുമിച്ച് ഇവർ വന്നിട്ട് ഭഗവാൻ ഈ പാർത്ഥസാരഥിയായിട്ട് വന്നിട്ട് കർണനെ നേരിടുന്നു. അപ്പം അവിടെ ഈ നാരായണഭാവവും നരഭാവവും കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഈ കൃഷ്ണൻ അല്ലെങ്കിൽ ഈ പറയുന്ന നരൻ എന്ന് പറയുന്ന മാനുഷികമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അർജുനൻ ഉണ്ടാകാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു സവിശേഷത അവിടെ തന്നെ വന്നു. കാരണം നരഭാവമാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കൂടെ നടന്നിട്ടും ഭഗവാനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല അർജുനൻ എന്ന് പലപ്പോഴും നമുക്ക് തോന്നും, പല സമയത്തും. അതുകൊണ്ടാണ് ഈ സൂയിസൈഡ് ടെൻഡൻസി ഏറ്റവും അധികം കാണിച്ചിട്ടുള്ള ഒരാളാണ് അർജുനൻ. ഒരുപാട് സന്ദർഭങ്ങൾ കാണാൻ പറ്റും. ഇപ്പം ദ്വാരകയിൽ പോകുന്നു ഒരു സമയത്ത്, അവിടെ ഒരു ബ്രാഹ്മണൻ എപ്പോഴും കുട്ടികൾ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് കരയുന്നു. ഭഗവാൻ പോലും മിണ്ടുന്നില്ല. അപ്പോഴാണ് അർജുനൻ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, ഞാനാണ് തന്നെ രക്ഷിക്കാൻ പോകുന്നത്, ഞാൻ നോക്കിക്കോളാം അടുത്ത കുട്ടി മരിക്കാതെ എന്ന് പറയുന്നത്. താനാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിഷ്ണുവല്ല ഞാൻ പാർത്ഥനാണെന്ന് പറഞ്ഞിട്ട് വീരവാദം മുഴക്കുകയൊക്കെ ചെയ്യുന്നു. ഇരുമ്പ് കൊണ്ടുള്ള ഒരു ആലയം ഉണ്ടാക്കി ബ്രാഹ്മണ പത്നി അതിനകത്താക്കും. അവിടെയാണ് ഈ ഇതുവരെയുള്ള കുട്ടികൾ മരിച്ചപ്പോൾ ഡെഡ് ബോഡികളും കിട്ടിയിരുന്നു. ഈ കുട്ടി ജനിച്ചപ്പോൾ എന്ത് ചെയ്തു, ബോഡി തന്നെ മുകളിലേക്ക് പോയിരുന്നു, കുട്ടിയുടെ ശരീരം പോലും കിട്ടിയില്ല. അപ്പോഴാണ് ബ്രാഹ്മണൻ വന്ന് ഭർസിക്കുന്നത്, നിൻ്റെ വാക്ക് കേട്ടിട്ട് ഞാനിതിൽ നിന്നല്ലോ, ഇതുവരെ 9 എണ്ണം പോയതിൻ്റെ ആവശ്യമില്ലായിരുന്നു, 10ാമത്തെയും പോയി, ഉള്ളത് പറയാനില്ല എന്നുള്ളതില്ലെങ്കിൽ അർജുനൻ. അപ്പോഴാണ് ഗാന്ധിയോഗം എടുത്ത് ഇക്കണ്ട ലോകങ്ങൾ മുഴുവൻ പോയി തിരയുന്നത്, എവിടെയും കാണാനില്ല. യമലോകത്ത് പോയി തിരഞ്ഞു, അവിടെയും കിട്ടില്ല എന്നാണ്. അവിടെയാണ് ഈ ചെത കൂട്ടി ആത്മഹത്യ ചെയ്യാൻ വരുന്നതും ഭഗവാൻ പുറകിൽ നിന്ന് പിടിച്ച് ലോകാലോക പർവ്വതമൊക്കെ കടന്ന് വൈകുണ്ഠത്തിൽ പോയി ആ വൈകുണ്ഠത്തിൻ്റെ കുട്ടികളെ തിരിച്ചു കൊണ്ടിരുന്നത്. ആ രൂപമാണ് ഇവിടെ തൃപ്പൂണിത്തറയുള്ള സന്താന ഗോപാലമൂർത്തി എന്നൊക്കെ പറയുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ചാവാൻ പോകുന്നത്. പിന്നെ ഇതേപോലെ ജയന്ദ്രഥൻ അഭിമന്യുവിനെ കൊല്ലുമ്പോൾ പറയുന്നത്, ആ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് നിന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ തീയിൽ ചാടി മരിക്കും. ഇപ്പോൾ ഈ സൂയിസൈഡ് ടെൻഡൻസി ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഈ കൃഷ്ണൻ മരിക്കുന്നു, ഭഗവാന്റെ വിയോഗം ഉണ്ടാകുമ്പോഴും അഹോ വഞ്ചിതോഹം, ഞാൻ വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മരിക്കാൻ പോകും. അപ്പോൾ എപ്പോഴും ഈ മനുഷ്യനിലുള്ള സൂയിസൈഡ് ടെൻഡൻസിയെ അർജുനൻ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും നമുക്ക് കാണാനും പറ്റും. എപ്പോഴും എന്നിട്ട് ഭഗവാൻ പുറകിൽ നിന്ന് പിടിക്കുക, മരിക്കല്ലേ എന്നാണ്. അപ്പം അത് ഈ ആ സമയങ്ങളിലൊക്കെ തന്നെ ഭഗവാൻ വന്ന് വിളിക്കുമ്പോൾ നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? താൽക്കാലികമായിട്ടുള്ള മാത്രമാണ്. ഈവൻ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഗീത ഉപദേശം കേട്ട അർജുനാണ് പിന്നീട് ഒരു സദസ്സിൽ വേറെ രീതിയിൽ പെരുമാറുന്നത്. അതെ, 18 ഗീത ഈ ഏറ്റവും വലിയ തത്വോപദേശം എന്നറിയപ്പെടുന്ന ഗീത കേട്ട അർജുനാണ് പിന്നീട് ഇങ്ങനെ പെരുമാറുന്നത്. നീയും ഞാനും ഒന്നാണ്, ആത്മാവില്ല, ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവിനെ ഛേദിക്കാൻ സാധിക്കുന്നില്ല, ആത്യന്തികമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഈ അറിവ് മൊത്തം കിട്ടിയ അർജുനൻ കുറച്ച് നേരം അത് കേട്ട് മനസ്സിലാക്കി യുദ്ധം കഴിഞ്ഞ് പോയി. നമ്മുടെയൊക്കെ അവസ്ഥ തന്നെയാണ്. നമ്മളൊരു പ്രഭാഷണം കേൾക്കുന്ന സമയത്ത് ഓക്കെ ഇനിയിപ്പോൾ ഗുരുവായൂരപ്പനാണ് എല്ലാം കഴിഞ്ഞിങ്ങോട്ട് പുറത്തിറങ്ങി വണ്ടിയുടെ ഡോറ് തുറക്കുന്ന തൊട്ടിട്ട് നമ്മൾ ആൾ മാറിപ്പോയി, വണ്ടി സൈഡിൽ കൂടെ പോകുമ്പോഴേക്കും ആൾ മാറി. അത്ര ഈ സ്വാസ്ഥ്യം നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഞാൻ ചോദിക്കുന്നത്, അത് നമുക്കത് അല്ലെങ്കിൽ അടക്കാൻ വേണ്ടി ഇപ്പം യുദ്ധത്തിലേക്ക് വന്നല്ലോ. ഈ യുദ്ധത്തിലേക്ക് വന്ന സമയത്ത് ഈ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ, മഹാഭാരതം ഇത്രയും വലിയ ക്യാൻവാസിൽ ഈ ഗീത എന്നുള്ളൊരു പുതിയൊരു ക്യാൻവാസ് ഉദയം ചെയ്യാണ്. 18 അധ്യായങ്ങളുള്ള ഒരു സാധനം ഉദയം ചെയ്യാണ്. ആ ഒരു കോൺടെസ്റ്റ് എന്താണ്, അങ്ങനൊരു കോൺടെസ്റ്റ് വരാൻ കാരണം എന്തായിരുന്നു? അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ധർമ്മത്തിലെല്ലാം സിംബോളിക്കായിട്ടാണ്. ഇപ്പം ചരിത്രമൊക്കെ പറഞ്ഞ പോലെ പരോക്ഷപ്രിയ ദേവഹ എന്നാണ്. എന്തും പരോക്ഷമായിട്ടേ പറയുള്ളൂ ദേവന്മാർ, കൃത്യമായിട്ട് പറയില്ല. അപ്പം അർജുനൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മനസ്സ് തകർന്നു പോയ സമയത്ത് ഭഗവാൻ ഗീത ഉപദേശിച്ച് മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് കോണ്ടെക്സ്റ്റ്. അപ്പം
മനസ്സാകുന്ന അർജുനൻ തളർന്നു പോകുന്ന സമയത്ത് ഗീതയാകുന്ന അറിവ് പരമാത്മാവ് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്. തത്വത്തിൽ മനസ്സാകുന്ന അർജുനനാണ് തളർന്നിരിക്കുന്നത്, ഗീതയാകുന്ന അറിവാണ് വേണ്ടത്. പരമാത്മാവാകുന്ന ഭഗവാൻ മാത്രമേ ഇത് പ്രദാനം ചെയ്യാൻ സാധിക്കുള്ളൂ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പശുക്കിടാവെന്ന് പറയുന്ന അർജുനന് പശു എന്ന് പറയുന്ന ഗീതാമൃതത്വം എന്ന പാലിനെ ആ കറവക്കാരനായിട്ടുള്ള കൃഷ്ണൻ കറന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഇത് എഴുതിയ ഋഷിമാർക്ക് ഇവരൊക്കെ തന്നെ സമാധി ഭാഷയിൽ അത് എഴുതിയെന്ന് പറയും. അതായത് മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വന്ന ദൃശ്യങ്ങളാണ് ഈ കോറിയിടുന്നത്. അവരുടെ മനസ്സിലേക്ക് വന്ന ദൃശ്യങ്ങളാണ്. അതിനൊക്കെ നമ്മൾ അതിനെന്ത് ചെയ്യണം? ഡീകോഡ് ചെയ്യണം. അപ്പോൾ യുദ്ധത്തിൽ തളർന്നിരിക്കുന്ന അർജുനനെ ഒരു തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഭഗവാൻ ഗീത ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ തളരുന്ന മനസ്സിന് കൊടുക്കേണ്ട അറിവാണ് അതിനകത്തുള്ളതെന്നുള്ളതാണ് എടുക്കേണ്ടത്. അർജുന, നീ യുദ്ധം ചെയ്യും, ഉത്തേഷത ജാഗ്രത പ്രാപ്തപോരുത എന്ന് പറയില്ലേ ഇപ്പോൾ സ്വാമികൾ, വിവേകാനന്ദ സ്വാമി. അതേപോലെ തന്നെ നീ എഴുന്നേൽക്ക് പാർത്ഥ എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഭഗവാൻ ചെയ്യുന്നത് ശരിക്കും നിനക്ക് പറയാനുള്ളതൊക്കെ പറയാൻ ഞാൻ കേൾക്കട്ടെ എന്നാണ്. ഒരു കൗൺസിലർക്ക്, ഒരു സൈക്കോളജിസ്റ്റിന് ആദ്യം വേണ്ട സവിശേഷതയാണ് ദ എബിലിറ്റി ടു ലിസൺ. കേൾക്കുക എന്നുള്ളതല്ല ഞാൻ അവിടെ ഉപയോഗിക്കുന്ന ടേം. ഞാൻ ലിസൺ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. കേൾക്കാൻ ഇപ്പോൾ ഞാനൊരു പ്രഭാഷണം കേൾക്കാൻ പ്രഭാഷണം കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ശ്രദ്ധിക്കണം, അത് അബ്സോർബ് ചെയ്യണം. നമ്മുടെ അടുത്തൊക്കെ തന്നെ ഗ്രന്ഥങ്ങൾ വായിക്കാനോ കേൾക്കാനോ അല്ല, വിചാരം ചെയ്യാനാണ് ധർമ്മം പറയുന്നത്. എന്താ വിചാരം? അതിനെ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യൂ. അതിനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് അതിനെ പാഴാഴി കടയുന്ന പോലെ കടഞ്ഞ് നിങ്ങൾക്ക് അറിവാകുന്ന അമൃതം കിട്ടും. അങ്ങനെ വിചാരം ചെയ്യാനുള്ളതാണ് ഗ്രന്ഥങ്ങൾ. ഭാഗവതവും രാമായണവും ഗീതയൊന്നും വായിക്കാനും കേൾക്കാനുള്ള സാധനമല്ല, വിചാരം ചെയ്യാനുള്ളതാണ്. വിചാരം ചെയ്യാനുള്ള സത്രങ്ങൾ നമ്മൾ നടത്തുന്നത്. ഭാഗവത സത്രമൊക്കെ വിചാര കേന്ദ്രങ്ങളായിട്ട് മാറണം ഓരോ ആധ്യാത്മിക സദസ്സും. നമുക്കൊന്നും അതിന് പരിമിതികളുണ്ട്, അറിവുള്ള ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. നമുക്കും ഗുരുവായൂരപ്പനെ കൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവർക്കും. അപ്പം അങ്ങനെ ഞാൻ ആചാര്യൻ പ്രഭാഷകൻ എന്നുള്ള രീതിയല്ല പറയുന്നത്, ഏതൊരു മനുഷ്യനും അതിന് സാധിക്കണം. അതെ, ഈവൻ ഞാൻ എൻ്റെ പ്രഭാഷണത്തിന് വരുന്ന അമ്മമാരോടൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അമ്മമാരെ നിങ്ങൾ ഓരോരുത്തരും ആധ്യാത്മിക പ്രഭാഷകരായിട്ട് മാറണം. എവിടെ? നിങ്ങളുടെ കുടുംബത്തിൽ. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രഭാഷകനാണ്, നിങ്ങൾ ആചാര്യയാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഭഗവാൻ ചെയ്ത അതേ കാര്യം, ധർമ്മ സംസ്ഥാപനം. വരുന്നൊരു തലമുറയെ ധർമ്മത്തിലേക്ക് നിങ്ങൾ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അപ്പം അതേ കോണ്ടെക്സ്റ്റാണ് ഭഗവാനും ചെയ്യുന്നത്. എന്ത്? തളർന്നു കിടക്കുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയായിട്ടുള്ള അർജുനന് ഭഗവാൻ അമൃതാകുന്ന ഗീത കൊടുക്കുകയാണ്. എന്തിനെ നേരിട്ട് ഫൈറ്റ് ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. ഞാൻ എല്ലാ പ്രഭാഷണങ്ങളും പറയുന്നതാണ്, ഗുരുവായൂരപ്പൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് 4 കൈയുള്ള വിഷ്ണുവായിട്ട് ഓടക്കോയിൽ വായിക്കുന്ന കൃഷ്ണനായിട്ട് വന്നതാ നാളെ മുതൽ നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരാൻ പോകുന്നു എന്ന് ഈ ധർമ്മം ഒരു സെൻറ്റൻസിൽ, ഒരു അർദ്ധോക്തിയിൽ പോലും പറഞ്ഞിട്ടില്ല. തീർച്ചയായും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് സ്വയം മനസ്സിലാക്കി പെരുമാറിക്കോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു സ്പാർക്ക് വേണ്ടി വരും ചിലപ്പോൾ. ആ സ്പാർക്ക് ഞാൻ തരാം. ഇപ്പം നിങ്ങൾ ഗുരുവായൂരപ്പനൊരു പാൽപ്പായസം കഴിക്കുമ്പോൾ, പരീക്ഷ പാസ്സാവാൻ വേണ്ടി പാൽപ്പായസം കഴിക്കുമ്പോൾ പാൽപ്പായസം സ്പാർക്കേ ആവുന്നുള്ളൂ. പണിയെടുക്കേണ്ടത് നമ്മളാണ്. പഠിക്കണം. അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് 18 അക്ഷൗഹിണി ഇതാ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ? അല്ലല്ലോ ചെയ്തത്. ആ അറിവ് പറഞ്ഞു കൊടുത്ത് അർജുനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിച്ച് യുദ്ധം ചെയ്യിപ്പിച്ച ആളാണ് കൃഷ്ണൻ. ഭഗവാന്റെ സപ്പോർട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ കൃഷ്ണൻ ചെയ്തിട്ടില്ല. അത് നമ്മൾ ഭഗവാൻ എത്രയൊക്കെ ഈ ചതി കാണിച്ചു, അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് തന്നെയാണ് ഭഗവാൻ യുദ്ധം ചെയ്യിപ്പിക്കുന്നത്. അല്ലാണ്ട് ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് എത്ര സെക്കൻഡോട് തീരും? വിത്തിൻ സെക്കൻഡ്സ് എല്ലാം കഴിയില്ലേ? ഇത് 18 ദിവസമൊക്കെ എന്തിനാണ് ഭഗവാൻ? അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്കാർ അതുകൂടെ പറയാൻ ആൻസർ ചെയ്യാൻ തയ്യാറാണ്. കൃഷ്ണൻ ചതിച്ച് യുദ്ധം ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന ആളുകൾ കൃഷ്ണൻ വിചാരിച്ചാൽ സെക്കൻഡ്സ് കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ എന്നും കൂടെ അക്സെപ്റ്റ് ചെയ്യണം. അത് ഭഗവാൻ ചെയ്തിട്ടില്ലല്ലോ. എങ്ങനെ ചെയ്തത്? ഏതായ രീതിയിൽ അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ചിട്ട് തന്നെയാണ് ഓരോന്നും ചെയ്തത്. പിന്നെ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്തത് ആ സമയത്ത് കൃഷ്ണൻ പ്രവർത്തിച്ച അധർമ്മമാണ്. കാരണം അപ്പുറത്ത് അധർമ്മമുണ്ട്. അധർമ്മത്തെ അധർമ്മം കൊണ്ട് നേരിടാനും ചില സമയത്ത് വേണ്ടിവരും. ഗീത ഒരിക്കലും അധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കില്ല. കോണ്ടെക്സ്റ്റ് വരുന്നത് അങ്ങനെ. നീ ചെയ്യുന്നതിനൊക്കെ തന്നെ മുമ്പായിട്ട് ഇതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അർജുന എന്ന് പറയുന്നത്. നീ ഒരു ടൂള് മാത്രം. ഈ പറയാൻ പോകുന്ന പ്രവർത്തികളൊക്കെ എന്നോ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. നീ ഇവൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഭഗവാന്റെ ദ്രംഷ്ടയുടെ ഇടയിൽ ദുര്യോധനും കർണനൊക്കെ കടന്ന് ഇങ്ങനെ പൊളയുന്നത് അർജുനൻ കാണും. ഇവൻ വിശ്വരൂപം പോലും ഇപ്പം നോക്കൂ, അത് വിശ്വരൂപം ഒരു ക്ലൈമാക്സ് അല്ല, വിശ്വരൂപം ഒരു ബ്രേക്കാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ വിശ്വരൂപം കണ്ടോളൂ, അങ്ങനെയല്ല. ഇടയിലാ ഭഗവാൻ കുറച്ച് കാര്യങ്ങൾ പറയും, കാണിച്ചു കൊടുക്കും, വീണ്ടും പറയും, അങ്ങനെ ചെയ്യും. സാഖ്യം പോലത്തെ ഏറ്റവും സാഖ്യയോഗമാണെങ്കിലും കർമ്മയോഗമാണെങ്കിലും ഇതൊക്കെ എസൻസ് ഇങ്ങനെ പറഞ്ഞ് ഡ്രൈ ആക്കി കൊടുത്തിരിക്കുക. അപ്പോൾ ഒരു സംശയം, ഇത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ഒരു പ്രാക്ടിക്കൽ കാണിക്കാം, അപ്പോഴാണ് വിശ്വരൂപം കാണിക്കാം.
അത് പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും പറയുന്നത് നിങ്ങൾ കരുതരുത് ഒരു വടിയായിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നു, ഒരാളിങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു, കുറേ തലകൾ ഫിറ്റ് ചെയ്ത് അല്ല. നേരത്തെ പറഞ്ഞ സാധനം എന്താ വിശ്വരൂപം? കാണുന്നതിലൊക്കെ നാരായണനെ കാണും. ദുര്യോധനെ കാണുമ്പോൾ ദുര്യോധനൻ നാരായണൻ, കർണനിൽ കാണുമ്പോൾ കർണൻ നാരായണൻ, ഇതൊക്കെ നാരായണൻ. നാരായണൻ്റെ പ്രവൃത്തി നാരായണൻ തന്നെ എന്തൊക്കെയോ ചെയ്യുന്നു, നാരായണനാവുന്ന പ്രക്രിയയിലൂടെ അതൊക്കെ അവസാനിക്കുന്നു. ആ സ്പാർക്കിലാണ് അർജുനൻ ഇത് ചെയ്യാനുള്ള ധൈര്യം വരുന്നത്. ഞാൻ നേരിടാൻ പോകുന്നത് ആരോടാണ്, അല്ലെങ്കിൽ ഞാൻ ആരുടെ ടൂളാണ്, ഞാൻ ആരാണ്. ഇപ്പം നമ്മൾ പറയില്ല, ഇപ്പം സുദർശനം എന്ന് പറയുന്ന ഭഗവാന്റെ ആയുധം, ചക്രം. ചക്രം അയക്കുമ്പോൾ ചക്രത്തിന് നേരിടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ചക്രം അയക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അപ്പുറത്തെ ആളുടെ കഴുത്ത് മുറിക്കുന്നു, അത് ഇവിടെ തന്നെ തിരിച്ച് ഭഗവാന്റെ കൈകളിൽ വന്നിരിക്കുന്നതാണ്. ഏതൊരാളെ ഭഗവാൻ ചക്രം അയച്ചിട്ടുണ്ടോ അയാളൊക്കെ മരിച്ചിട്ടുണ്ട്. ഇതിന് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താ, സുദർശനം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് ട്രൂ വിഷൻ, ക്ലിയർ വിഷൻ ആണ്. അപ്പോൾ സുദർശനം എന്ത് സംഭവിക്കും? സുദർശനം വന്നു കഴിഞ്ഞാൽ ശരിയായ കാഴ്ച വരും. ശരിയായ കാഴ്ച വന്നാൽ കൃഷ്ണനും അപ്പുറത്ത് നിൽക്കുന്ന ആളും ആരാണ്? കൃഷ്ണനാണ് അല്ലേ? ഞാനും ഗുരുവായൂരപ്പൻ, അയാളും ഗുരുവായൂരപ്പൻ, രണ്ടായിരത്തി എന്തിനാ? ഒന്ന് പോരെ. അപ്പോൾ ശരിയായ കൃഷ്ണൻ അവിടെ അവശേഷിക്കുന്നു, മറ്റേ കൃഷ്ണൻ ഇവിടെ ഒന്ന് ലയിക്കുന്നു. ഇത്രേ ഉള്ളൂ. ശിശുപാലൻ ഭഗവാനെ ദ്വേഷിക്കുമ്പോൾ ഭഗവാൻ ശിശുപാലന് നേരെ ട്രൂ വിഷനാണ് നോക്കണേ. ഞാൻ നോക്കി, ഇത് ഞാൻ തന്നെയാണല്ലോ, അതോടുകൂടി അയാളുടെ ഐഡൻറ്റിറ്റി ഇല്ലാണ്ട്. അങ്ങനെയാണ് സുദർശനം. ആ സുദർശന അറിവാണ്, ഞാൻ തന്നെയാണ് അത് എന്ന അറിവാണ്. ആ അറിവോട് കൂടി നോക്കും. ഇതന്നെയാണ് മഹാദേവൻ്റെ അടുത്ത് ചേർത്തിട്ട് എപ്പോഴും പറയുന്ന ഈ മൂന്നാമത്തെ കണ്ണൊഴിച്ച് നോക്കുന്നു എന്ന് പറയുന്നത്. മൂന്നാമത്തെ കണ്ണ് അറിവാ. ആ കണ്ണ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കാമദേവനും ശിവൻ, ഞാനും ശിവൻ. പിന്നെ എന്തിനാ കാമദേവൻ്റെ ഐഡൻറ്റിറ്റി പോയി, ബേസിക് ആയിട്ടുള്ള നിലനിന്നു, മറ്റേത് ഇതിലൊന്ന് ചേർന്ന്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആന്തരാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഭഗവാൻ ഈ പറയുന്ന ഗീതയിലൂടെ ഓരോ അധ്യായത്തിലും കാണിച്ച, ഈവൻ വിശ്വരൂപത്തിൽ പോലും കാണിച്ച എലമെൻസിനെ അടക്കം ഇന്നത്തെ കോൺടാക്സ് നമ്മൾ മാറ്റി പറയണം. 10 തലമുള്ള വിഷ്ണു നിൽക്കുന്നു, അതാണ് വിശ്വരൂപം. അല്ല, എല്ലാത്തിലും വിഷ്ണു, അതാണ് വിശ്വരൂപം. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഓം വിശ്വം വിഷ്ണു വഷത്കാരോ ആണ് ചെയ്യുന്നത്. അവിടെ തന്നെ പറഞ്ഞു വിശ്വം മുഴുവൻ വിഷ്ണുവാണ്. വിഷ്ണു എന്ന് പറഞ്ഞ ശബ്ദത്തിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഡിഫറൻസിയേഷനാണ് ചെയ്യണേ. കുറച്ച് വരിക. നാരായണൻ എന്ന് പറയുന്ന വലിയ രൂപം, എല്ലാത്തിലും കാണുന്ന വിഷ്ണു, വിശ്വം മുഴുവൻ വിഷ്ണു. ഇനി വിഷ്ണു എന്ന് പറഞ്ഞാലോ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അയ്യോ, ഇനി വ്യാപിച്ചിരിക്കുന്നത് എന്താ? ബ്രഹ്മം. കഴിഞ്ഞു, അതിൻ്റെ അൾട്ടിമേറ്റ് പോയിന്റ് ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു സാധനത്തിൽ നമ്മൾ അതിനെ എസൻസ് എടുത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ബ്രഹ്മബോധം ഉണ്ടാവുക. ഗീത തരുന്നത് ബ്രഹ്മബോധമാണ്. എങ്ങനെ ബ്രഹ്മബോധം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. അതുകൊണ്ടാണ് ഈവൻ മഹാത്മജി പോലും ഗീതയാണ് എല്ലായിടത്തും ഉയർത്തി കാണിക്കുന്നത്. ഭാഗവതവും രാമായണവും അല്ല, ഗീതയാണ്. ഈവൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടായിരുന്ന EMS നമ്പൂതിരിപ്പാട് വത്തിക്കാനിൽ നിന്ന് പോപ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഗിഫ്റ്റ് ചെയ്തത് എന്താ? ഗീതയാണ്. ഗീത നമ്മൾ എങ്ങനെ ജീവിക്കരുത് എന്നാണ് ശരിക്കും മഹാഭാരതം പറയുന്നത്. കാരണം പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ, പക്ഷേ ഈ ഗീത എന്ന് പറയുന്ന സാധനം നമുക്ക് എപ്പോഴും ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ആക്ച്വലി ഒരു ജീവിക്കേണ്ട നമ്മൾ എങ്ങനെയാണ് നേരത്തെ പറയും, ചില ആളുകൾ പറയും ഒരു ഈ നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ മാനുവൽ കിട്ടില്ലേ? എക്സാക്ട്ലി, നമുക്കുള്ള മാനുവലാണ് ഗീത. നമ്മൾ ഈ സമൂഹത്തിൽ എന്തുകൊണ്ട് അതിനെ ഒരു നമ്മളെ പാഠ്യപദ്ധതിയുടെ ഭാഗം എന്നുള്ളത് വളരെ വളരെ റിമോട്ടായുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് ഒരു പഠന വ്യവസ്ഥയായിട്ട് നമുക്കില്ല. നമ്മളിപ്പം ഒരു സോ കോൾഡ് സൊസൈറ്റിയിൽ തന്നെ, അതിപ്പോൾ ഒരു ഹിന്ദു ആവാം അല്ലെങ്കിൽ വേറെ കമ്മ്യൂണിറ്റി ആവാം, പക്ഷെ നമുക്ക് അങ്ങനത്തെ ആ സാധനം എന്തുകൊണ്ട് നമ്മൾ പഠിക്കാൻ സാധിക്കുന്നില്ല? അതൊരു ബേസിക് നോളേജ് കൊടുക്കാൻ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടാവില്ല. മേ ബി അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, അത് വരുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നു പല ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും, ഇപ്പോൾ IIM പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഗീത പാഠ്യ വിഷയമാണ് അവർക്ക്. ഗീതയിലെ പല കാര്യങ്ങളും ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് കൺസെപ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതും അതൊന്ന് പഠിക്കാനുണ്ട്. സിറ്റുവേഷണൽ ലീഡേഴ്സ് എങ്ങനെയാണ് അത് നേരിടേണ്ടത്, എങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള സബ്ജക്ട്സിലേക്ക് പക്ഷേ നമുക്ക് ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലും വലിയ പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ എസൻസ് കിട്ടില്ല. അപ്പോൾ ഈ ചില ഗ്രന്ഥങ്ങളോടൊക്കെയുള്ള, ഞാൻ കഴിഞ്ഞ തവണ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ച സമയത്ത് ഗരുഡ പുരാണം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഗ്രന്ഥത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂർ എന്നോട് ചോദിച്ചത്, ഗരുഡ പുരാണം വായിക്കാൻ പാടില്ല എന്നല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ധർമ്മവ്യവസ്ഥയിലായത്. ഈ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഏത് ഗ്രന്ഥമാണെങ്കിലും അത് അറിവാണ്. അതെ അല്ലേ? അത് മരിച്ചു കഴിഞ്ഞിട്ട് വായിക്കാനുള്ള സാധനമല്ല, ജീവിച്ചിരിക്കുമ്പോൾ വായിച്ചുള്ളതാണ്. ചില ആൾക്കാരൊക്കെ ഭാഗവതവും ഗീതയൊക്കെ പട്ടിലൊക്കെ പൊതിഞ്ഞ് പൂജാമുറിയിൽ വെക്കും. അത് അങ്ങനെ വെക്കാനുള്ള സാധനമല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് ഗീത ഒന്ന് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഗീത തുറന്നു നോക്കുന്ന സമയത്ത് വളരെ പുതിയ പുസ്തകമായിട്ട് അത് കാണുന്നുണ്ടാവും. തുറക്കില്ല. സത്യം. രാമായണം പോലും രാമായണ മാസം എന്ന് പറഞ്ഞ സാധനം ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കൊക്കെ തുറക്കുന്നത്. ഞാൻ ആ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. കാരണം ഇപ്പം നമുക്ക് നമ്മളെ ഒരു എന്താ പറയുക,
എല്ലാ വീട്ടിലും അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെടുന്ന വീടുകളൊക്കെ ഇത് വായിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ട്രെയിനിങ് മസ്റ്റാണ്. കാരണം അതിലുണ്ടാകുന്ന 2 കാര്യങ്ങൾ നിങ്ങളത് പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ നാരായണൻ എല്ലായിടത്തും നിങ്ങൾ പറഞ്ഞു. പക്ഷെ അത് നമുക്ക് ആ ബോധം ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ കൂട്ടുകാരി, നമ്മളെ അയൽവാസി ഈ ഒരു വിട്ടുകൊടുക്കലോ ഒരു സ്വാസ്ഥ്യമോ നമുക്ക് അത് ശ്രീനാരായണ ഗുരു വന്ന് പറഞ്ഞു. അതിന് മുന്നേ ഇപ്പോൾ പറഞ്ഞ പോലെ ഗീത പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് അതിൽ ഉള്ളവരറിയാം നമുക്കിപ്പോൾ അടുത്ത് നിൽക്കുവോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം എന്നാണ് കവിത പറയുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന അനുജനെ അല്ലെങ്കിൽ സഹജീവിയെ നിങ്ങൾക്ക് നോക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈശ്വരൻ്റെ രൂപം നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുക എന്നാണ്. ഈവൻ ഗുരുദേവൻ പോലും ദൈവദശക ഗുരുദേവൻ എഴുതി അവസാനിപ്പിക്കുന്നത് അനുകമ്പാദശകാണ്, മേഴ്സി, കരുണ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹോപ്പ്, സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ കോൺടെക്സ്റ്റിലാണ് എല്ലാവരും കൊണ്ട് കിട്ടുന്ന അവസാനം. ഇപ്പോൾ ആചാര്യൻ പരമാത്മാവായിട്ടുള്ള ശങ്കരാചാര്യനാണെങ്കിലും ദ്വൈതഭാവം മാറ്റി നിങ്ങൾ അദ്വൈതത്തിലേക്ക് വരൂ ആണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അയ്യപ്പസ്വാമി ആണെങ്കിലും എന്താ പറയുന്നത്, തത്വമസി, നീ എന്താണ് അന്വേഷണം, നീ എല്ലായിടത്തും കൊണ്ടേ കണക്ട് ചെയ്യുന്ന ഒറ്റ കെട്ടിലേക്കാണ് ഇങ്ങനെ കൊണ്ടുവന്ന് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഈ ഭിന്നത, ഈ പറയുന്ന ഈ ഒരു ഡൈവേഴ്സിറ്റിയുടെ ഒരു പ്രേമം, ഡൈവേഴ്സിറ്റിയോടുള്ളൊരു പ്രേമം കുറച്ച് അധികമായി പോയൊരു സൊസൈറ്റിയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ ഞാൻ പോലും പ്രഭാഷണങ്ങളിൽ ഞാനിപ്പോൾ ഭഗവാനെയും മഹാദേവനെയും ഉദാഹരിച്ച് സംസാരിക്കുന്ന സമയത്ത് ചില പ്രത്യേക ആളുകൾ വന്ന് മഹാവിഷ്ണു അല്ല ചെറുത്, മഹാദേവനാണ് വലുത്, മഹാവിഷ്ണു ചെറുതാണെന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ ഭേദഭാവം മാറ്റുക. നമുക്ക് ആരാധനയുടെയും ഉപാസനയുടെയും ക്രമത്തിലൊക്കെ എൻറ്റിറ്റികളായിട്ട് ദേവതകളെ കാണാം. പക്ഷെ ഒരു കോമൺ ആയിട്ട് നോക്കുന്ന സമയത്ത് ഇതിനെയൊക്കെ തന്നെ ഏറ്റവും സ്വാംശീകരിച്ചിട്ടുള്ള ബ്രഹ്മബോധത്തിൽ കണ്ട് മുന്നോട്ട് പോയാലേ ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച നമുക്ക് ഉണ്ടാവുള്ളൂ. എപ്പോൾ ഭേദഭാവം വന്നോ അവിടെ നേരത്തെ പറഞ്ഞുള്ള വിച്ഛേദ് വരും, കട്ടിങ് വരും. ഭേദഭാവം വെച്ച് ചണ്ഡികാ മന്ത്രത്തിൽ ആ മന്ത്രം ചൊല്ലുന്നത് പോലും അത് അഹംഭാവത്തെയാണ് ദേവി വിച്ഛേദിക്കുന്നത്. മഹിഷൻ അല്ലേ, മഹിഷൻ എന്ന് പറയുന്നത് എന്താ, മഹിഷന് പോത്തിൻ്റെ തലയാണ്. പോത്തിൻ്റെ തല എന്താ, അഹംഭാവത്തിൻ്റെ തലയാണ്. പോത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം അയ്യപ്പസ്വാമിയുടെ മഹിഷിയാണെങ്കിലും ഭഗവാൻ നാരായണൻ കൊല്ലുന്ന എന്താ ഈ പറയുന്ന മഹിഷിയുടെ തന്നെ ഒരു സഹോദരനായിട്ടുള്ള ഒരാളുണ്ട്. ദേവി വന്ന് മഹിഷനെ കൊല്ലുന്നു, മഹിഷാസുരന് വേറൊരു അനുജനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ കാണിക്കുന്നത് എന്താ, ഒക്കെ ഇനി പോത്തിൻ്റെ തല. പോത്തിൻ്റെ തല എന്താ, ഈ അഹംബോധമാണ്. ഞാനെന്താ ഭാവം, ഇതുണ്ടാവാൻ സമ്മതിക്കുകയില്ല ഈശ്വരൻ. എൻ്റെ ഭക്തന് ഞാൻ എന്ന ഭാവം ഉണ്ടാവാൻ സമ്മതിക്കാത്തൊരു ചൈതന്യം ഉണ്ടെങ്കിൽ അത് ഈശ്വരനായി. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അതുകൊണ്ടാണല്ലോ പൂന്താനം എന്ന് പറയുന്ന ഒരു തിരുമേനി, ചിലത് എത്രത്തോളം കോൺടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഈ കഥയുടെ കൺസെപ്റ്റിൽ എടുത്താൽ മതി. അത് മേൽപ്പത്തൂരാവാം, വേറെ ഏത് പണ്ഡിതനും ആയിക്കോട്ടെ, ഒരു ഭാഷാഗ്രന്ഥം എഴുതിയിട്ട് കൊടുക്കുന്നു, ഇതൊന്ന് തെറ്റി തിരുത്തി തരണം. അപ്പം അദ്ദേഹം തുറന്നു നോക്കിയിട്ട് ആദ്യത്തെ വരി കണ്ടപ്പോൾ തന്നെ അടച്ചു. കാരണം എന്താ, മലയാളം, സംസ്കൃതമല്ല. എത്ര വലിയ പണ്ഡിതനായിട്ടുള്ള എന്നോട് സംസ്കൃതം അല്ലാത്ത ഭാഷാഗ്രന്ഥം തെറ്റിദ്ധരുത്താൻ കൊണ്ടുവരാൻ മാത്രം ധൈര്യം തനിക്ക് ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അവിടെ ബോധം വന്നു. അപ്പം എന്താ പറയുന്നത്, അയ്യോ അങ്ങ് ഗുരുവായൂരപ്പന് ഏറ്റവും അടുത്ത ഭക്തനിൽ വെച്ചിട്ട് തന്നതാണ്, ഇത് സാധാരണ ഒരു ഭാഷാഗ്രന്ഥമാണ്, കൊണ്ടുപോക്കുന്നുണ്ട് എറിഞ്ഞു കൊടുക്കുകയും. അപ്പോഴാണ് വീണ്ടും ഈ സിംറ്റംസ് കാണിക്കുകയും അയ്യോ ഭഗവാൻ എനിക്ക് വീണ്ടും പ്രയാസങ്ങൾ വരുന്നു എന്ന് കേൾക്കുന്ന സമയത്ത് അരുളപ്പാടുണ്ടാവുകയും ചെയ്യുന്നത്. തൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം. ഈ വിഭക്തി ഗ്രാമറാണ്, സാൻസ്ക്രിറ്റിലുള്ള സാധനം. അതിനേക്കാളിൽ എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ്. എനിക്ക് ഭക്തി മതി. തെറ്റിച്ചൊല്ലി ചില സമയത്ത് പത്മനാഭോ അമരപ്രഭു എന്നാണ് ആ വാക്ക് വരുന്നത്. പത്മനാഭോ മരപ്രഭു, മരപ്രഭു അല്ലടോ അമരപ്രഭു ആണ്. വീണ്ടും അരുളപ്പാടാണ്, മരപ്രഭുവും അമരപ്രഭുവും ഞാൻ തന്നെ. അദ്വയോ ഇതിങ്ങനെ പറഞ്ഞു ഉറപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ സമയത്ത്. ഇത് അതും പോട്ടെ. ഇപ്പോൾ മഞ്ജുലാലിൽ എന്താ, ഭഗവാന്റെ നട അടച്ചു. എല്ലാ ദിവസവും മാല ഇടാൻ വേണ്ടി ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇടാൻ പറ്റാത്തതിൽ സങ്കടം. അപ്പോൾ പൂന്താനം ആയതൊരു തിരുമേനി അവിടെ ഉണ്ടായിരുന്നു, പറഞ്ഞു മോളെ ആ ആൽത്തറയിൽ കൊണ്ടുപോയിട്ട് ഭഗവാനാണെന്ന് കരുതിയിട്ട് ഇട്ടോളൂ. അവിടെ കൊണ്ടിട്ടു. പിറ്റേ ദിവസം നിർമ്മാലത്തിൽ നട ഓർക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുമേനിയിൽ മാല എടുക്കുമ്പോൾ വീണ്ടും മാലകൾ വന്നുകൊണ്ടേയിരിക്കണം. എന്താ ആ ബ്രഹ്മബോധം അത്രയും കോൺടാക്സ്റ്റ് ആയിട്ട് നിൽക്കുക, എടുക്കാൻ പറ്റില്ല. പിന്നെ ആ കുട്ടി വരേണ്ടി വന്നു, ഭഗവാനെ എനിക്ക് ആ മാല തിരിച്ചു തരണമെന്ന് പറയാം. മഞ്ജുള ആ ആലാണ് ഇപ്പോഴും അവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സിമ്പിൾ കാണുമ്പോഴും അവിടെ ഗുരുവായൂരപ്പനെ ഉറപ്പിക്കുക, നിങ്ങളൊന്നും എന്നിൽ നിന്ന് വേറെയല്ല, അതിൽ നിന്ന് വേറെയല്ല. ഇനിയിപ്പോൾ ഭേദഭാവം നിങ്ങൾ കരുതിക്കോളൂ. ഗുരുവായൂരപ്പൻ്റെ കുളത്തിൻ്റെ പേരെന്താ, രുദ്രതീർത്ഥം. അതെ, അപ്പോൾ രുദ്രതീർത്ഥ കുളത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പം അത് ഒന്ന് പറയുന്ന അങ്ങനെ ഒരു ഇത് പറയാൻ കാരണം അത് ഇപ്പോൾ ഗുരുവായൂർ നമുക്കിപ്പോൾ ഈ ഒരു കോൺടെക്സ്റ്റിനെ നമുക്ക് നൂറൊന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഭാരത യുദ്ധം കഴിയുന്നു, ഭഗവാന്റെ സ്വർഗാരോഹണത്തിനുള്ള സമയമായി താങ്കൾ പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സാമ്പൻ എന്ന് പറയുന്നൊരു പുത്രനുണ്ട്, ജാമ്പവതിയിൽ കൃഷ്ണനുണ്ടായ കുട്ടിയാണ്. അപ്പം അദ്ദേഹമാണ് ഈ ഗർഭിണിയുടെ വേഷം ധരിച്ചുകൊണ്ട് സപ്തർഷികൾ വരുമ്പോൾ കുട്ടികാരോടൊപ്പം ചെന്ന് ഈ ഉണ്ടാവുന്ന കുട്ടിയാണോ പെണ്ണോ എന്ന് സപ്തർഷികളെ അപമാനിക്കാനായിട്ട് ശ്രമിക്കുന്നത്.
കൃഷ്ണൻ്റെ മകനാണ്, എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അറിയുക. അവിടെയാണ് ഭഗവാന്റെ മകനായിട്ട് പറഞ്ഞിട്ടും ഇങ്ങനെയാണല്ലോ അവസ്ഥ എന്ന് കരുതിയിട്ട് ഇവർ ശപിക്കുന്നത്. നീ പ്രസവിക്കുന്ന ഇരുമ്പൊലൊക്കെ ആയി മാറട്ടെ എന്നാണ് ശാപം. ആ ഇരുമ്പൊലൊക്കെ ആയിട്ട് ഉള്ള പ്രസവം നടന്നിട്ട് ഇവർ ഒലക്കെടുത്തിട്ട് ഭഗവാന്റെ അടുത്ത് വരും, കൃഷ്ണൻ്റെ അടുത്ത്. ഭഗവാൻ ഇങ്ങനെ ഒരു കുട്ടി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞങ്ങൾ അദ്ദേഹത്തെ അപമാനിച്ചു, ഞങ്ങൾക്ക് അറിവില്ലാണ്ട് പറ്റിയതാണ്, ഇങ്ങനെ ഇരുമ്പൊലൊക്കെ ഉണ്ടായി, ഇനി എന്താ ചെയ്യുക? ഭഗവാൻ ഓൾറെഡി ത്രികാലജ്ഞാനോട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, ഇത് രാഗി പൊടിച്ച് ഇത് കടലിൽ കൊണ്ടേ കലക്ക് എന്ന് പറയാം. അപ്പോൾ ഇവരിരുന്ന് രാഗം തുടങ്ങി, രാഗി 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 ഒരു കഷ്ണം മാത്രം കുറച്ച് വലുപ്പമുള്ളത്, അത് മാത്രം രാഗിയിട്ട് പോണില്ല. അപ്പോൾ അതും ബാക്കിയുള്ള തരികളെല്ലാം കൂടി എടുത്തിട്ട് കടലിൽ കൊണ്ടിട്ടു അത്രേ. ഈ കടലിൻ്റെ തിരമാലയോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇരുമ്പ് തരികൾ കടലിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വരികയും അതൊക്കെ തന്നെ ഈരപ്പുല്ലുകളായിട്ട് മുളച്ചു കടൽ തീരത്ത് എന്നാണ് പറയുന്നത്. ഈ ഒരു കഷ്ണം മാത്രം ഒരു മത്സ്യം വിഴുങ്ങി എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രഭാസത്തിലേക്ക് തീർത്ഥാടനത്തിന് പോരും യാദവർ മൊത്തം. അതിൽ ഈ പറഞ്ഞ എല്ലാവരും ഉണ്ട്, ഭഗവാന്റെ ഫാമിലി മൊത്തം ഉണ്ടാവും. അവർ ഇവിടെ ഇരുന്ന് ഈ കടൽ തീരത്തിരുന്ന് പിക്നിക്കായിട്ട് വന്ന് ഈ ഭക്ഷണമൊക്കെ കഴിച്ച് കള്ളൊക്കെ കുടിച്ച് പക്ഷേ ആൽക്കഹോൾ അവരൊന്ന് നിരോധിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു കുറച്ച് കാലം. ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ അങ്ങനെ പറയപ്പെടുന്നില്ല. ഇപ്പൊ ഈ ദ്വാരകയിൽ അതുകൊണ്ടാണ് പ്രഭാസത്തിലേക്ക് പോയി അവിടെ അവൈലബിൾ ആയി, അത് അവിടെ അവൈലബിൾ ആയി, അവിടെ അവൈലബിൾ ദ്വാരകയിൽ നിന്ന് മാറുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രഭാസത്തിലെത്തിയിട്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാവുകയും ഈ ഈരപ്പുല്ലുകൾ എടുത്ത് പരസ്പരം വെട്ടി മരിച്ചു യാദവർ മൊത്തം എന്നാണ്, വംശം മൊത്തം നശിച്ചു. അതെ. പക്ഷെ അത് ഉണ്ടാവാനുള്ള കാരണം അതിൽ ഇവരെ കസിൻസ് തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നമാണ്. രണ്ടുപേര് സംസാരിച്ചു തുടങ്ങുന്ന വഴക്കാണ്, പിന്നെ കംപ്ലീറ്റ് രണ്ട് പേരുടെ കാറ്റഗറി ആയിട്ട് തന്നെ മാറും. പക്ഷെ അത് കൃഷ്ണൻ നോക്കി ഭഗവാൻ അവിടെ തന്നിട്ടില്ല. ഭഗവാൻ പിന്നെ കുറച്ചുപേരെ ബാക്കിയുള്ളവരെ ഭഗവാൻ തന്നെ പിടിച്ചു മാറ്റാനും ഭഗവാൻ നശിപ്പിക്കാനും നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഭഗവാൻ തന്നെ ഒന്ന് രണ്ട് പേരെ കൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ മത്സ്യം വിഴുങ്ങിയ കഷ്ണം, അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് വരുന്നത്. ഈ മത്സ്യത്തെ ഒരു മുക്കുവൻ പിടിക്കുന്നു. ഈ മുക്കുവൻ ഈ മത്സ്യത്തെ കട്ട് ചെയ്യണ സമയത്ത് ഈ ഇരുമ്പ് കഷ്ണം കിട്ടുന്നു. ഈ ഇരുമ്പ് കഷ്ണം അദ്ദേഹം നോക്കുന്ന സമയത്ത് അത്യാവശ്യം കനണ്ട്, കൊടുത്താൽ പൈസ കിട്ടും. മുരാതി ഒരു ഇരുമ്പ് കടയിൽ കൊണ്ടേ വിൽക്കുന്നു. ഈ ഇരുമ്പ് കടയിൽ നിന്ന് അതൊരു ആയുധ വ്യാപാരി വാങ്ങുന്നു എന്നാണ് ആ കഷ്ണം. അദ്ദേഹം അത് രാഗി നല്ലൊരു അമ്പ് ഉണ്ടാക്കും. ആ അമ്പ് ഒരു വേടൻ വന്ന് വാങ്ങുന്നു. അദ്ദേഹം വേട്ടയ്ക്ക് പോകുമ്പോൾ ഒരിക്കലും ഒരു കാട്ടിൽ നിന്ന് ഒരു മാൻകുട്ടിയുടെ കാനനക്കം പോലത്തെ ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങോട്ട് അമ്പ അയക്കുന്നു, പെരുവിരലിൽ തുളസി കയറിയിട്ട് ഭഗവാന്റെ മരണം. നമ്മൾ എത്രയൊക്കെ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി, ശരീരം എടുത്താൽ ശരീരം ഉപേക്ഷിക്കണം അല്ലേ? ആ ഉപേക്ഷിക്കുന്നതിന് മരണമായിട്ട് തന്നെ കണ്ടത്. പക്ഷേ ഈ നേരത്തെ ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, ഇവർ യാദവരൊക്കെ മദ്യപിക്കുകയും അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയും ചെയ്തിട്ടാണല്ലോ ഇവരൊരു പെരിഷ്. അപ്പോൾ ഈ എന്താ പറയുക, അങ്ങനെ ഒരു കോൺസെപ്റ്റ് സംഭവം വരുന്ന സമയത്ത് അവിടെ ബലരാമനുണ്ട് കൂടെ, ബലരാമനും കൂടെ ഉണ്ട്. അദ്ദേഹം ഈ പറയുന്ന പുഴയിൽ ചാടി അല്ല മാറി നിന്നിട്ട് മറ്റേ എന്താ പറയുക, ഇത് സ്വയം ദേഹത്യാഗം ചെയ്തു എന്നാണ് പറയുന്നത്. അതെ, ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൃഷ്ണൻ പോയിട്ട് ഇങ്ങനെ ഇത് ഈ സെൽഡം. അപ്പോൾ പക്ഷേ അവിടെ കുറേ സ്ത്രീകൾ അന്ന് സ്ത്രീകളുണ്ട് അവിടെ. സ്ത്രീകൾ പറഞ്ഞൊരു കോണ്ടെക്സ്റ്റിനെ കൂടി ഒന്ന് ബിൽഡ് ചെയ്യണം. അതെ, അതായത് ഭാരത യുദ്ധം കഴിഞ്ഞുണ്ടാവുന്നൊരു സീൻ, അതാണ് അതിനെ കണക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളവിടെ യുദ്ധം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് യുദ്ധം കഴിഞ്ഞ സമയത്ത് എന്താ പറയുക, ഒരു ശാപം കിട്ടുന്ന ഗാന്ധാരിയുടെ ശാപം വരുന്നത്. അതൊന്നും പറയാതെ. ഗാന്ധാരി വരുന്ന സമയത്ത് കാണുന്നത് മൊത്തം കബന്ധങ്ങളാണ്. ചോര ഒലിച്ച് കിടക്കുന്ന കുരുക്ഷേത്രം എന്ന് പറയുന്ന ആ ഭാഗത്തിന് ആ പേര് വരുന്നത് പണ്ട് പരശുരാമൻ ഈ ക്ഷത്രിയനെ ഒന്ന് കൊഴിച്ചിട്ട് ഇനി രക്തം പുഴയൊഴക്കിയ സ്ഥലമാണ് അത്. ആ പേര് വരുന്നത് ഇപ്പോഴും റെഡ് കളറാണ്. റെഡ് കളർ, അവിടുത്തെ മണ്ണ് റെഡ് കളറാണല്ലോ. കുരുക്ഷേത്രം എന്ന് പറഞ്ഞ സ്ഥലം, അതെ, സെമന്ത പഞ്ചകം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ വരുന്ന സമയത്ത് കണ്ണ് കെട്ടിയിട്ടാണല്ലോ ഇവർ വരുന്നത്. ഇപ്പോഴും ആ പറയുന്നത് അവർ ചെയ്തൊരു തെറ്റായിട്ടാണ് പിന്നെ വ്യാഖ്യാനിക്കുന്നത്. ഭർത്താവിനെ കണ്ണ് കണ്ടില്ലെങ്കിൽ ഭർത്താവിന് വഴി കാണിക്കേണ്ടത് സ്ത്രീയാണ്, ഭാര്യയാണ്. അവരും കണ്ണ് കെട്ടി കഴിഞ്ഞാൽ രാജ്യം ഇട്ടായി പോകും. അതാണ് അവിടെ സിംബോളിക്കായിട്ട് കാണിക്കുന്നത്. അതിലേക്ക് നമുക്കിപ്പോൾ പോകണ്ട. അപ്പോൾ ഇവർ ഈ കബന്ധങ്ങളുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ കാല് നനയും, ചോര ചെരുപ്പിനകത്തൂടെ കയറിയിട്ട്. വിചാരിക്കാത്ര ഇത് എൻ്റെ ദുര്യോധനൻ്റെ ചോരയായിരിക്കും, കർണൻ്റെ ചോരയായിരിക്കും. ഓരോ നനവ് ഇങ്ങനെ ഓരോ വിരലിൽ തൊടുമ്പോൾ ഓരോരുത്തരുടെ മുഖം ഇങ്ങനെ ഈ ഇൻറ്റൻസിറ്റി കൊണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. സങ്കടം, അതിൻ്റെ അൾട്ടിമേറ്റ് സങ്കടം. അതായത് കാലിൽ മൊത്തം കുട്ടികളുടെ ചോരയാണ്. താൻ ജനിച്ച് ജന്മം കൊടുത്ത കുട്ടികളുടെ 100 പേരുണ്ട് എന്നല്ല പറഞ്ഞത്. അവരുടെയൊക്കെ ചോര ഇങ്ങനെ ചവിട്ടി നിന്നുകൊണ്ടാണ്. അതാണ് ആ ശാപത്തിന് ഇത്ര പവർ. ഒരു പതിവ്രതയായിട്ടുള്ള സ്ത്രീയുടെ ശാപം മാത്രമല്ല, അവിടെ കുട്ടികളുടെ ചോരയെ ചവിട്ടി നിൽക്കുന്ന ഒരു അമ്മയുടെ ശാപമാണ്. നമ്മൾ പറയുന്നത് ആ ശാപവചം എന്താ പറയുക, കുടുംബം മുടിഞ്ഞു പോകും. നീ എങ്ങനെയാണോ നീ വിചാരിച്ചിരുന്നെങ്കിൽ ഇത് നിയന്ത്രിക്കായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ തിരിച്ചു പോകാൻ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് നിർത്താൻ വേണ്ടിയിട്ട്
അങ്ങ് എന്താണ് ചെയ്തതെന്നും കൂടി ചോദിക്കുന്നുണ്ട് ഒരു ഭഗവാൻ. ഒരു ചോദ്യത്തിൽ ഒതുക്കുന്നത്. പക്ഷെ ഒതുങ്ങുന്നു. ഭഗവാൻ തന്നെ ഭഗവാന്റെ ക്ലൈമാക്സ് ഈ ശാപമാണെന്ന് ഭഗവാൻ അറിയായിരുന്നു. ആണോ? കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ ഭഗവാൻ ഈവൻ ഒരു കഥ പറഞ്ഞേക്കുന്നത് ഒരു കോണ്ടെക്സ്റ്റാണ്. അതായത് കുറച്ച് മുമ്പ് രുക്മിണിയെ എന്തോ ഒരു മഹർഷി ദ്വാരകയിലേക്ക് വരുന്നൊരു കഥ പറയും. ഒരു പായസം ഉണ്ടാക്കി കൊടുക്കാൻ എന്തോ പറയുന്നുണ്ട് രുക്മിണിയോട് ഈ മഹർഷിക്ക്. അപ്പോൾ പായസം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ പായസമൊക്കെ നന്നായിട്ട് തണുത്ത ശേഷം ഭഗവാനെ വിളിച്ചിട്ട് ഈ പായസം തലയുടെ മുകളിൽ കൊണ്ട് ഒഴിക്കത്രേ. പായസം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ്. അപ്പോൾ പായസം നന്നായിട്ട് ഭഗവാന്റെ നേരത്തൂടെയൊക്കെ പോയി എന്നാലോചിക്കുമ്പോൾ ഇദ്ദേഹം അനുഗ്രഹിക്കത്ര ഈ ഭാഗമൊക്കെ വജ്ര തുല്യമായിട്ട് മാറട്ടെ, ഇനി ഒരിക്കലും ഇവിടെ ഒന്നും തനിക്ക് ഈ പറയുന്ന ശസ്ത്രങ്ങൾ ഏൽക്കില്ല, അപ്പോൾ കാലിൻ്റെ അറ്റം മാത്രം നനങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഞാൻ പറയാൻ വേണമെങ്കിൽ. എങ്ങനെ രാമാവതാര സമയത്ത് ബാലി എന്ന് പറയുന്ന വാനര സ്റ്റേഷനെ ഭഗവാൻ മറഞ്ഞിരുന്ന് അമ്പെയ്യുന്നു. ആലോചിച്ചു, ആ ബാലിയാണ് ജരയായിട്ട് പുനർജനിക്കുന്നത്. അപ്പം ഭഗവാൻ പോലും പറയുന്നത് എന്താ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ച് കന്നേ വരും. നിങ്ങൾ ഗുരുവായൂരപ്പനോട് പോയിട്ട് ഭഗവാനെ എങ്ങനെ എടോ എനിക്ക് പോലും രക്ഷയില്ല, വിധി നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിക്കുക എന്നല്ലാതെ വേറെ നിവൃത്തിയില്ല. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു ഉപാസനയിൽ പോലും ഉണ്ടാകും. അപ്പോൾ ഭഗവാൻ ചെയ്തൊരു കാര്യത്തിന് ഭഗവാൻ സഫർ ചെയ്യുന്നുണ്ട് പിന്നീട് ഓരോന്നിനും. ഇതിന് വേറെ കോണ്ടെക്സ്റ്റ് പറയും. ഇപ്പോൾ ഈ ശിശുപാലനെ രാജസൂയ സമയത്ത് വധിക്കാനായിട്ട് ഭഗവാൻ ചക്രം എടുക്കും. ചക്രം എടുത്തിട്ടാണ് ശിശുപാലനെ വധിക്കുന്നത്. അപ്പോൾ ഈ ശിശുപാലനെ വധിക്കാനായിട്ട് ചക്രം എടുത്ത സമയത്ത് ഭഗവാന്റെ കൈ മുറിയുന്നുണ്ടെന്ന് പറയാം. കൈ ഒന്ന് മുറിഞ്ഞു അത്രേ. പെട്ടെന്ന് നോക്കിയപ്പോൾ ദ്രൗപദി ഇത് കണ്ടപ്പോൾ ദ്രൗപദിയുടെ അന്ന് എടുത്തിരുന്ന പട്ടുന്നൊരു കഷ്ണം കീറിയിട്ട് ഭഗവാന്റെ കൈ കെട്ടിക്കൊടുക്കും ദ്രൗപദി. ഭഗവാൻ ഇങ്ങനെ നോക്കി ചിരിക്കത്രേ. ഒരു കാലത്ത് നിനക്ക് ഇതിനേക്കാൾ എത്രയോ വലുപ്പമുള്ളൊരു ചേല ഞാൻ തരണ്ടേ, ഈ തന്നതിൻ്റെ പകരം ഞാൻ തരണ്ടേ. എല്ലാത്തിനും ഒരു ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഞാൻ നേരത്തെ നമ്മൾ ഈ ചാക്രികതയും കണക്ഷനൊക്കെ പറയുമല്ലോ, ഇതിൻ്റെ ഒക്കെ ഒരു ഇത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സ്പൈഡർ വെബ് പോലെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓരോന്നും എല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ കൃഷ്ണാവതാരം നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ കൃഷ്ണാവതാര സമയത്ത് ഭാഗവത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്, ഞാനിതാ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നു, എന്നെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഭൂമിയിൽ പോയി ജനിക്കാം. ഭഗവാൻ ദേവന്മാരോട് പറയത്രേ. അപ്പോഴാണ് ഈ ഇന്ദ്രൻ്റെയൊക്കെ അവതാരമായിട്ട് ചിലപ്പോൾ അർജുനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്, ഇന്ദ്രപുത്രൻ എന്ന രീതി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ പല ആൾക്കാരും പോയപ്പോഴേക്കും റിസർവേഷനൊക്കെ കംപ്ലീറ്റ് ആയി. ഇത് നല്ല സീറ്റൊക്കെ പോയി, ഭഗവാന്റെ ഫ്രണ്ട്സ്, ഭഗവാന്റെ ഭാര്യമാർ, ഇതൊക്കെ തീർന്നു. അപ്പോൾ എന്താ ബാക്കിയുള്ള വില്ലൻ റോളാ. അവരൊക്കെ അതെടുത്തു. ശിശുപാലനായി, ദന്താഴ്ത്തനായി, ദുര്യോധനായി, ധൃതരാഷ്ട്രരായി. അപ്പം അങ്ങനെ എല്ലാവരും എല്ലാം ഇന്റർ കണക്റ്റഡാ. എല്ലാവരും ദേവചൈതന്യങ്ങളാണെന്നുള്ള അവസാനത്തെ ആ രീതിയിലേക്ക് മാറി. കാരണം എങ്ങനെയെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് പോവാ തിരിച്ചെന്നുള്ളതേ ഉള്ളൂ. അതിനാണ് ഈ പറയുന്ന വേറെ ഭാഗങ്ങളൊക്കെ ബാക്കിയുള്ള ആൾക്കാർ എടുത്തതാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാത്തിലുള്ള ആ ശാപമാണ് പിന്നെ എന്താ പറയുക ശരിക്കും കൃഷ്ണന്റെ ആ ഒരു അന്ത്യത്തിലേക്ക് എത്തുന്നത്. അവിടെയാണ് ഈ ഉദ്ധവരുടെ വരവ് വരുന്നത്. ഉദ്ധവർക്ക് ഭഗവാൻ ഗംഭീരമായിട്ടുള്ള ഉപദേശം കൊടുക്കുന്നത് ബദരിയിലേക്ക്. ആ ഉപദേശം എന്താ പറയുക ശരിക്കൊരു ഉദ്ധവോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഒരു ഇപ്പം അർജുനന് കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൗകികമായിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ നിൽക്കുന്ന ആൾക്കുള്ള ഉപദേശമാണ്. ഒരു യുദ്ധം ചെയ്യുമ്പോൾ അതായത് ജീവിതമാകുന്ന യുദ്ധത്തിലേക്ക് പോകേണ്ട ആൾക്കാർക്കുള്ള ഉപദേശമാണെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. ഉദ്ധവൻ്റെ അടുത്ത് ഭഗവാൻ പറയുന്നത് ഉപദേശമൊക്കെ കഴിഞ്ഞിട്ട് നീ ബദ്രിയിലേക്ക് പൊക്കോ. അതായത് അത് ഒരു സ്പിരിച്വൽ പേഴ്സണുള്ള ഉപദേശമാണ് ഉദ്ധവോപദേശം, വാനപ്രസ്ഥമാണ്. ഭഗവാന്റെ മെതിയടിയായിട്ട് അദ്ദേഹം അത് കേട്ടതിന് ശേഷം ഇതിൻ്റെ തന്നെ എല്ലാ ഉപദേശങ്ങളുടെയും ആത്മീയമായിട്ടുള്ള അർത്ഥം ഭേദഭാവമില്ല, ഞാൻ നീ ഒന്നാന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് രണ്ട് കോണ്ടെക്സ്റ്റിലാണ് ഭഗവാൻ പറയുന്നത്. കുറേ ആചാര്യന്മാരുടെ പേരൊക്കെ പറയും, പല ആളുകളിലേക്ക് ഗുരുക്കന്മാരായിട്ട് കാണും. ഇപ്പോൾ ഇറച്ചി വെട്ടുകാരനടക്കം ഗുരുവായിട്ട് കാണുന്നത്. കാരണം അയാൾ ഇറച്ചി വെട്ടുമ്പോൾ അയാളുടെ മനസ്സിൽ ഭഗവാന്റെ ചിന്തയാണ്. അങ്ങനെ കുറേ ഉദാഹരണങ്ങളൊക്കെ പറയും. ഇപ്പോൾ ഒരു ഈയാമ്പാറ്റിയൊക്കെ പറയും, വെളിച്ചം കണ്ടിട്ട് ഇതിലേക്ക്, അങ്ങനെ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. 12 പേരുടെ ഗുരുക്കന്മാരുടെ പേര്. അങ്ങനെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ബദ്രിയിലേക്ക് പറഞ്ഞു വിടുന്നതായിട്ടേ ഭാഗവത്തിലുള്ളൂ. ആ ബദ്രിയിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞ കാര്യം വരുന്നത്. അർജുനനെ കണ്ടാൽ ഈ പറയുന്ന സ്ത്രീകളെ രക്ഷിക്കാനായിട്ടുള്ള ശ്രമിച്ചു നോക്കൂന്നേ ഭഗവാൻ പറയുന്നുള്ളൂ. നടക്കില്ല. അവർ ഒന്ന് കൊള്ളക്കാരൊക്കെ പിടിച്ചോണ്ട് പോയി എന്നാണ് പറയുന്നത്. ആ ഗാന്ധിമൊക്കെ ഒന്നിനും. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഒരു മന്ത്രം ഓർമ്മയില്ല, ഒരു അസ്ത്രം ഓർമ്മയില്ല. ഗാന്ധീവം ഊന്നുപടിയായിട്ട് കുത്തിയിട്ട് അത്രേ ഇദ്ദേഹം ഹസ്തിനപുരിയിലേക്ക് വരെ തിരിച്ചു വന്നു. അടികൊണ്ടിട്ട് ഇത്രയും വലിയ ഈ യുദ്ധം ചെയ്ത അർജുനൻ. എന്നിട്ടാണ് പറയുന്നത് പടി കയറി വരുമ്പോൾ ഗാന്ധീവം ഇങ്ങനെ പിടിച്ച് പടി കയറി വരുമ്പോൾ വീഴും. അപ്പോൾ യുധിഷ്ഠിരൻ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കാത്രേ. അപ്പോൾ ഈ അനുജൻ വന്നത് കണ്ടിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉറക്ക അർജുനൻ അഹോ വഞ്ചിതോഹം എന്നാണ് പറയും. നമ്മൾ വഞ്ചിക്കപ്പെട്ടു കേട്ടാ, എന്താ ഭഗവാൻ പോയി.
നമ്മളോട് ആരോടും പറയാതെ ഭഗവാൻ പോയി. പിന്നെ അവർ കാണുന്നില്ലല്ലോ. അവർ അവസാനമായിട്ട് ഭഗവാൻ കുറച്ച് കാലം ഒപ്പം നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് ഭഗവാൻ പോലും അവരോട് പറയുന്നില്ല ഞാൻ നിങ്ങളെ കാണില്ല. അർജുനൻ പോലും അവസാന സമയത്ത് ഭഗവാനെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഇവൻ മറ്റേ എന്താ പറയുക, നമ്മൾ ബൽറാം പോലും കണ്ടിട്ടില്ല. അവസാനം കാണാൻ പറ്റി ഭാഗ്യണ്ടായ ഒരാളാണ് ഉദ്ധവർ. ഒരാൾ ജരയോട് പറഞ്ഞത്ര നിനക്ക് മോക്ഷം, എന്നെ കൊന്നാലും മോക്ഷം. അതാണ് ആ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയില്ല. നമ്മൾ എന്ത് ചെയ്യാനും അതിന് ഇവനൊരു സെപ്പറേഷൻ ഭഗവാൻ കാണുന്നുണ്ട്, ഒരു ഓൾട്ടർനേറ്റീവ് കാണുന്നുണ്ട്. നമുക്ക് ഇങ്ങനത്തെ കർമ്മഫലങ്ങൾ നമുക്ക് മോചനം നേടുന്നുണ്ടെങ്കിൽ എന്താണ് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു തലമുറ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതിനെന്താണ് നമുക്ക് ഒരു കർമ്മഫലങ്ങൾ അനുഭവിക്കാന്നതിന് വേറെ നിവൃത്തിയില്ല. ഒന്ന്, അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ എങ്ങനെ സാധിക്കുക, നമ്മൾ അതിനെ എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ആ ഇച്ഛാശക്തി ഉണ്ടാക്കാൻ ഭഗവാനോട് പറയാം. ഇപ്പോൾ ശരത്തേൻ്റെ പ്രഭാഷണം ഈ പറയുന്ന ജ്ഞാനപ്പാലയുടെ ഉദാഹരണം വെച്ച് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. പൂന്താനം എന്ന് പറയുന്ന മഹാഭക്തൻ എത്രയോ കാത്തിരുന്ന് ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണി അകാലത്ത് മരിച്ചു. കാത്തിരുന്ന് കിട്ടിയതാണ്. ഇപ്പം ഉണ്ടായിട്ട് പോട്ടാതെ പൊട്ടൻ വയ്ക്കാം. എത്രയോ വർഷമായിട്ട് വ്രതപ്രായനാവാനാവുമ്പോഴാണ് ഉണ്ണി ഉണ്ടാവുന്നത്. അത് അകാലത്തിൽ 2 ദിവസം കഴിയുമ്പോൾ അത് മരിച്ചു. 28-ന് അന്നോ ചോറുണ്ടെന്നോ അന്നെന്ന് പറയും. കുറേ കുട്ടിയെ കിടത്തതിൻ്റെ മുകളിൽ തുണി ഇട്ട് കുട്ടി താഴെ ഉണ്ടെന്ന് അറിയില്ല, കുട്ടി ശ്വാസം മുട്ടി മരിക്കും. അതെന്താ? കർമ്മഫലമല്ലേ. നമ്മൾ നോക്കുമ്പോൾ കുട്ടി മരിച്ചു. അയ്യോ ഞാൻ ചെയ്ത കർമ്മഫലമാണല്ലോ ഗുരുവായൂരപ്പ. ഇതെങ്ങനെ എടുക്കണു എന്നുള്ളതാണ്. 2 പേരുടെ എക്സാമ്പിൾ വെച്ച് കൃത്യമായിട്ട് പറയും. ഒന്ന് പൂന്താനത്തിൻ്റെ ഭാര്യ വന്നത് ഗുരുവായൂരപ്പൻ വെറും കല്ല്, അതിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അന്നതിനെ തിരിച്ചെടുത്തു. എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഭജിക്കുന്നത്, ഇനി എനിക്ക് ഗുരുവായൂരപ്പനില്ല ആണൊരു കോണ്ടെക്സ്റ്റ്. 2 ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണോ മക്കളെ ചിന്തിക്കാൻ പറ്റി ആർക്ക്? പൂന്താനം. കർമ്മഫലങ്ങളെ നമ്മൾ എങ്ങനെ എടുക്കണു എന്നുള്ളതാണ്. ഫ്രീ വിൽ എന്ന് പറയില്ല, നമ്മുടെ ഇച്ഛാശക്തി. അതാണ് കർമ്മഫലത്തെ നേരിടാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം. നമ്മൾ ചെയ്തതിനുള്ളത് നമുക്ക് കിട്ടും. ആ കിട്ടണതിനെ നമ്മളെങ്ങനെ എടുക്കും? നമ്മൾ പറയില്ലേ എല്ലാം വിധിയാണെങ്കിൽ നമ്മൾ ജീവിക്കണം എന്തിനാണ്? നിങ്ങൾക്ക് വിധിയെ മാറ്റാൻ പറ്റും. എങ്ങനെ? നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ച്. ഇതേ രീതിയിൽ ചിന്തിച്ചാണെങ്കിൽ കുട്ടി മരിച്ചു, വിധി പോട്ടെ എന്ന് കരുതിയിട്ട് പൂന്താനിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ജ്ഞാനപ്പാന കിട്ടും. നമുക്കൊരു ഗുരുവായൂരപ്പനെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവിനെ ഉണ്ണിക്കണ്ണനാക്കി മാറ്റിയ ആ ഒരു സങ്കല്പം കിട്ടും. അതെങ്ങനെ അത് അദ്ദേഹം എടുത്തു എന്നുള്ളതാണ്. ഫ്രീ വില്ല് നമ്മുടെ കയ്യിലാണ്, അത് വിധേയയിലല്ല. ഇച്ഛാശക്തി നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മൾ നോക്കിക്കാണുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കർമ്മഫലം പോസിറ്റീവ് ആവുന്നതും നെഗറ്റീവ് ആവുന്നതും. ഒരടി കിട്ടി, ഭഗവാനെ ഞാൻ മുമ്പ് ചെയ്ത എന്തോ ഒരു സാധനം ഇങ്ങനെ തീർന്നു, കഴിഞ്ഞു, സന്തോഷം, നന്ദി പറയാൻ പഠിക്കുക. അതെ, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്തുണ്ടെങ്കിലും യൂണിവേഴ്സിന് കൊടുക്കാന്നൊക്കെ പറയും ഇന്നത്തെ ആൾക്കാർ. ഇത് പണ്ടേ നമ്മൾ ആൾക്കാർ നമ്മൾ പറയും സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു, എന്താ ഇത് അതന്നെയാ, അതിൻ്റെ വേറെ വേർഷനാന്നേ, വേറൊരു വ്യത്യാസമല്ലേ. സന്തോഷം.